പൾസർ സുനിയും സംഘവും സഞ്ചരിച്ച വാഹനം അതിജീവിത സഞ്ചരിച്ച വാഹനം, അതിന് പുറമെ മറ്റൊരു വാഹനം ഉണ്ടായിരുന്നു. ആ വാഹനം അപ്പുണ്ണിയാണ്. ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അപ്പുണ്ണി ആരാണെന്ന് അറിയില്ലേ? ദിലീപിൻ്റെ ഡ്രൈവറാണ്, മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്. ഒരുപക്ഷെ ആ വാഹനത്തിൽ ദിലീപ് ഉണ്ടെങ്കിലും ദിലീപിൻ്റെ നിരീക്ഷണത്തിലാണ് ഈ പീഡനം, ഈ ക്രൂരകൃത്യം നടക്കുന്നതെങ്കിലും അന്ന് പതിവിലില്ലാത്ത തരത്തിൽ നടൻ ദിലീപിൻ്റെ പേഴ്സണൽ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. വൈകിട്ട് 6 മുതൽ. ദിലീപ് എന്തിനാണ് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയത്? 8ാം പ്രതിയായി ദിലീപിന് എഴുതിയ കത്താണ്. ദിലീപിനെ ചതിക്കില്ല, വിശ്വസ്തനായ നായയെ പോലെ ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. ഉപേക്ഷിച്ചാലും ഞാൻ എന്ത് ചെയ്തോളാം, ഞാൻ നിങ്ങൾക്കെതിരെ കോടതിയിലൊന്നും പറയില്ല, എല്ലാം സ്വയം ഏറ്റെടുത്ത് ഞാൻ മുന്നോട്ട് പോയിക്കളാമെന്ന്. ഇത് ദിലീപിൻ്റെ പേര് പറയുന്നതിന് മുമ്പ് അയച്ച കത്താണ്. ഇത് കുരുക്കിയ ദിലീപ് തന്നെയാണ് ദിലീപിന് കുരുക്കാക്കിയത്. ദിലീപിൻ്റെ ആലുവയിലെ പത്മസരോവരം എന്ന വസതി 2016 ഡിസംബർ 25-ാം തീയതി ബാലേന്ദ്രകുമാർ എത്തുന്നു. അവിടെ ആ സമയത്ത് പൾസർ സുനി ഉണ്ടായിരുന്നു. പൾസർ സുനിയുടെ തോളിൽ കൈവച്ച് ദിലീപ് സംസാരിക്കുന്നത് ബാലേന്ദ്രകുമാർ കണ്ടെന്നാണ് വെളിപ്പെടുത്തൽ. കാവ്യ മാധവൻ്റെ ഡ്രൈവറും ഒരു അഭിഭാഷകനും ചേർന്ന് അവിടെ താമസിക്കുകയും സാഗർവൻസിനെ അവിടെ എത്തിച്ച് മൊഴി മാറ്റാൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു എന്നുള്ള തെളിവ് രേഖ ലഭിച്ചു. പിന്നീട് ട്രയൽ കോടതിയിൽ അത് ഒരു പകൽ വെളിച്ചത്തിൽ ഏതാണ്ട് 35 മിനിറ്റ് നേരം ഒരു വിവോ മൊബൈൽ ഫോണിൽ ഈ മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നു. ആ വിവോ ഫോൺ താജുദ്ദീൻ എന്ന ശിരസ്ദാറിൻ്റെതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് നടപടിയില്ല? ഈ ഇരയ്ക്ക് ഭരണഘടന നൽകുന്ന ആ ഒരു സംരക്ഷണം അത് ഉറപ്പുവരുത്താൻ നമ്മൾക്ക് കഴിഞ്ഞില്ല. കോടതിക്ക് കഴിഞ്ഞു. കോടതി പറയാണ്. അത് എത്ര ഗൗരവമുള്ള പരാമർശമാണ്. അതെങ്ങനെയാണ് പൾസർ സുനിക്ക് അങ്ങനെ റോഷിപാലിനോട് ഉള്ളു തുറന്ന് സംസാരിച്ചേക്കാൻ തോന്നിക്കണ ഒരു അവസ്ഥയായിട്ട് എത്തിച്ച ഒരു സാഹചര്യം? അവിടെ വിശ്വാസം നഷ്ടപ്പെടുന്ന ആളെ തീർക്കുക എന്നതാണ് സ്വാഭാവികമായും ഈ ഗുണ്ട വിഭാഗത്തിലെ ഒരു നിയമം, അലിഖിത നിയമമാണ്. ഒറ്റ വാക്കിലായിരുന്നു പൾസർ സുനി എനിക്ക് ഇത് ടെലികാസ്റ്റ് ചെയ്തപ്പോൾ, ഇനി എന്നെ വിളിക്കില്ലല്ലോ അല്ലേ എന്ന് മാത്രമായിരുന്നു എനിക്ക് മറുപടി. അതെ, ഒരു സന്ദേശം. അത് പിന്നീട് ഡിലീറ്റ് ചെയ്യും. അതിൽ പ്രധാനിയായ ഈ പരാതിക്കാരിക്ക് പണം കൈമാറിയ ഒരു ഓൺലൈൻ സ്ഥാപനത്തിൻ്റെ ഉടമ പിന്നീട് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു വീഴുകയായിരുന്നു കൊച്ചിയിൽ. അതിൽ പോലും അന്വേഷണം ഉണ്ടായിട്ടില്ല. എത്ര ദുരൂഹ മരണങ്ങളുണ്ട്. അച്ഛൻ നഷ്ടമായതിൻ്റെ വലിയ മാനസിക വേദനയുണ്ട്. അതിനിടയിൽ ഇങ്ങനെ ഒരു ക്രൂരമായ പീഡനം, അങ്ങനെ അതിൻ്റെയൊക്കെ ഒരു ട്രോമ അവർക്ക് വിട്ടുമാറിയിട്ടില്ല. ഈ ഘട്ടത്തിൽ പോലും സംസാരിക്കുമ്പോൾ അത് ഓർക്കാൻ പോലും അവർക്ക് പറ്റില്ല. അവർ ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ അവരുടെ ഒരു കരച്ചിലുണ്ട്. ആ ഒരു കരച്ചിൽ അവരുടെ അമ്മയുടെയൊക്കെ അതെൻ്റെ ചെവിയിൽ ഇപ്പോൾ മുഴങ്ങുന്നുണ്ട്. പകൽ വെളിച്ചത്തിൽ ക്യാമറയ്ക്ക് മുന്നിൽ ഇങ്ങനെ അവർ പ്രതികരിച്ചാൽ ഈ ദിലീപിൻ്റെ സംഘം അതിജീവിതയ്ക്ക് ഒപ്പം നിന്ന് പോരാടിയ ഞാൻ ഉൾപ്പെടെയുള്ളവരെ ഏതു തരത്തിലായിരിക്കും വരും നാളുകളിൽ കൈകാര്യം ചെയ്യുക എന്ന കൃത്യമായ ബോധ്യമുണ്ട്. പക്ഷേ ആ ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഇനിയും ഭീഷണി വന്നാൽ ഈ പരിപാടി അവിടെ നിർത്തിപ്പോകുമെന്ന് അവരാരും കരുതേണ്ടതില്ല. ഈ നടിയെ ആക്രമിച്ച കേസിൻ്റെ ഒരു വിധി വന്നതിൻ്റെ തൊട്ട് പിന്നാലെ കോടതിയുടെ പുറത്തിറങ്ങേറിയ കുറേ ചിത്രങ്ങൾ, അത് ദിലീപിൻ്റെ വിജയം ആഘോഷിക്കാനെന്ന പോലെ ഒത്തുകൂടിയ ഒരാൾക്കൂട്ടം, അവർ റോഷിപാലിൻ്റെ അടുത്തേക്ക് വരുന്നു, പരിഹസിക്കുന്നു, അസഭ്യം പറയുന്നു, ഭയങ്കര ഒരു പ്രകോപിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നു. പക്ഷേ വളരെ അക്ഷോഭ്യനായിട്ട് ആ വിഷയത്തിൽ പ്രതികരിക്കുന്ന ഒരു സമയമാണ് റോഷിപാലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പോൾ നമുക്ക് ഈ നടി ആക്രമിച്ച കേസിൻ്റെ ഒരു നാൾ വഴികൾ അങ്ങ് പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിപ്പോർട്ടർ ടിവിയും റോഷിപാലും എങ്ങനെയാണ് ആ കേസിൽ അവരുടെ പങ്കാളിത്തം എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെടുന്നത് ചേർന്ന് അവിടെ കണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സമയത്ത് ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ളതിലുപരി ഇതിൻ്റെ ഒപ്പം ആദ്യം തൊട്ട് നിന്നയാളെന്നുള്ള രീതിക്ക് നമുക്കുണ്ടായേക്കാവുന്ന ചില വൈകാരിക തലങ്ങളുണ്ട്. അപ്പോൾ ആ സമയത്ത് മനസ്സിലെന്തായിരുന്നു? ദിവിൻ, അന്ന് നടിയാക്രമിച്ച കേസിൻ്റെ വിധി പറയുമ്പോൾ വലിയ സംഘം മാധ്യമപ്രവർത്തകർ കോടതിയുടെ മുന്നിൽ വളരെ നേരത്തെ എത്തിയിരുന്നു. നിയന്ത്രിതമായ കോടതിയിൽ വളരെ കുറച്ച് പേർക്ക് മാത്രം പ്രവേശനം അനുവദിച്ചാണ് ഈ വിധി പ്രസ്താവം പോലും നടക്കുന്നത്. ഏതാണ്ട് 8.5 വർഷത്തെ ഒരു പോരാട്ടത്തിനാണ് അവിടെ അവസാനം കുറിക്കുന്നത്. അങ്ങനെ 10 പ്രതികൾ, അതിൽ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായവർ, ഒപ്പം ഗൂഢാലോചനയിൽ പങ്കെടുത്ത അതിൻ്റെ സൂത്രധാരൻ എന്ന് വിശേഷിപ്പിച്ച 8ാം പ്രതി ദിലീപ്, അവർക്കൊക്കെ ശിക്ഷ ലഭിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. അപ്പോൾ ആ വിധി പ്രസ്താവം കഴിഞ്ഞപ്പോൾ ഭൂരിഭാഗം പേരും, ഈ പെൺകുട്ടിക്കൊപ്പം നിന്നവരൊക്കെ നിരാശരായിരുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരൊക്കെ നിരാശയോടെയാണ് അവിടെ നിൽക്കുന്നത്. എന്നാൽ പോലും നമ്മൾ ആ വാർത്ത നമ്മളിങ്ങനെ നൽകുന്ന ഘട്ടത്തിൽ ദിലീപ് കോടതിക്ക് പുറത്തേക്ക്
വലിയൊരു യുദ്ധം വിജയിച്ച അതേ രീതിയിലാണ് ദിലീപ് ഇറങ്ങി വരുന്നത്. ഇറങ്ങി വന്ന് ആവേശത്തോടെ കോടതിയിൽ നിന്നും വരുമ്പോൾ പുറത്തേക്ക് കൈവീശി വലിയൊരു അഭിഭാഷകരുടെ പടയ്ക്കൊപ്പം പുറത്തേക്കിറങ്ങി വലിയ ഫാൻസ് അസോസിയേഷൻ്റെ വലിയ സംഘവും താഴെയുണ്ട്. നേരത്തെ തയ്യാറെടുത്തതുപോലെ മധുരപലഹാര വിതരണമൊക്കെ അവർ നടത്തുന്നുണ്ട്, പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നുണ്ട്. കോടതി പരിസരത്താണെന്ന് നോക്കണം. അത് കഴിഞ്ഞ് ദിലീപ് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം പിന്നീട് ഈ സംഘം അവിടെ ഈ മധുരപലഹാര വിതരണവും ആഘോഷവും നടത്തുന്നുണ്ട്, മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. അവിടെ ഒരു ഭാഗത്ത് നിൽക്കുന്ന എൻ്റെ അടുത്തേക്ക് ഞാനും എൻ്റെ വീഡിയോ ജേർണലിസ്റ്റ് ബിബിൻ ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരുടെ അടുത്തേക്ക് കേക്കുമായി അവർ വരുന്നു. ഞാൻ അത് കഴിക്കില്ല എന്ന് പറഞ്ഞു. ഒരു സംഘമാണ്. കഴിക്കില്ല, ഞാൻ അതിജീവിതക്കൊപ്പമാണ്, ഞാൻ അവരുടെ നിലപാടിനൊപ്പം ഇനിയും പോരാട്ടം തുടരും എന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ വീണ്ടും നിർബന്ധിച്ച് പരിഹസിച്ച് കൂട്ടം കൂടി നിന്നൊരു സംഘം പരിഹസിക്കുന്നു, അസഭ്യം പറയുന്നു, ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ ഏതാണ്ട് ഒരു കുറച്ച് സമയം അതിങ്ങനെ തുറന്നുകൊണ്ടേയിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പിന്നിട്ട നാളുകളിൽ എനിക്ക് ഉണ്ടായ ഭീഷണികൾക്ക് അപ്പുറത്ത് ഒന്നുമായിരുന്നില്ല. അതിനപ്പുറത്ത് അതിജീവിത അനുഭവിച്ച ഒരു പീഡനമുണ്ട്, അവർ അനുഭവിച്ച മാനസിക പ്രയാസങ്ങളുണ്ട്, അവർ കടന്നുപോയ ഒരു ട്രോമയുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ സംഘം ഇന്നലെ ചെയ്തു കൂട്ടിയത് ഒന്നുമല്ലെന്ന ബോധ്യമാണ് അവിടെ അങ്ങനെ പ്രതികരിക്കാൻ ഇടയാക്കിയത്. ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. പകൽ വെളിച്ചത്തിൽ ക്യാമറയ്ക്ക് മുന്നിൽ ഇങ്ങനെ അവർ പ്രതികരിച്ചാൽ ഈ ദിലീപിൻ്റെ സംഘം അതിജീവിതയ്ക്ക് ഒപ്പം നിന്ന് പോരാടിയ ഞാൻ ഉൾപ്പെടെയുള്ളവരെ ഏതു തരത്തിലായിരിക്കും വരും നാളുകളിൽ കൈകാര്യം ചെയ്യുക എന്ന കൃത്യമായ ബോധ്യമുണ്ട്. പക്ഷേ ആ ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഇനിയും ഭീഷണി വന്നാൽ ഈ പരിപാടി അവിടെ നിർത്തിപ്പോകുമെന്ന് അവരാരും കരുതേണ്ടതില്ല. ഈ പോരാട്ടം തുടരും. അതിജീവിതം എത്ര നാൾ പോരാട്ടം, അത് തനിച്ച് പോരാട്ടം തുടരുകയാണെങ്കിൽ ആ പോരാട്ടത്തിനൊപ്പം നമ്മൾ ഉണ്ടാകും. അത് റോഷിപാൽ മാത്രമല്ല, റിപ്പോർട്ടർ ഉണ്ടാകുമെന്ന് നമ്മുടെ എഡിറ്റോറിയൽ ടീം ആദ്യമേ വ്യക്തമാക്കിയതാണ്. അതിന് നമ്മൾക്കൊന്നും പ്രതിബന്ധമേ അല്ല, നമ്മൾ ആരെയും ഭയക്കുന്നുമില്ല. നമ്മുടെ ഉത്തരവാദിത്തമാണ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ മുന്നിൽ എത്തിയ തെളിവുകൾ, ആ തെളിവുകൾ അത് യഥാർത്ഥത്തിലുള്ളതാണെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആ പോരാട്ടത്തിനൊപ്പം ചേരണം. അന്ന് ഞാൻ എപ്പോഴും ഓർക്കുമായിരുന്നു, എം വി നികേഷ് കുമാർ എന്നോട് അന്ന് പറഞ്ഞതാണ്, ഇതൊരു സാധാരണ ഒരു മാധ്യമ പ്രവർത്തനമല്ല, ഇതൊരു ആക്ടിവിസമായി കണ്ട് പൊരുതണം. കാരണം ആ പെൺകുട്ടിക്ക് നീതി ലഭ്യമാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ പോരാട്ടമാണ് നമ്മൾ തുടരുന്നത്. അതുകൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പം ഈ നടിക്കൊപ്പമായിരിക്കും, ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പമായിരിക്കും, അല്ലെ അവൾക്കൊപ്പമായിരിക്കും എന്ന് ഉറപ്പായിട്ടും ആ നിമിഷം പറയാൻ തോന്നിയിരുന്നല്ലോ നമുക്ക്. ഒരു സംശയവുമില്ലാതെ ആ നിമിഷം അത്ര ആൾക്കൂട്ടം വന്നപ്പോഴും അക്ഷോഭനായിട്ട് നമുക്ക് പറയാൻ പറ്റി. അപ്പോൾ തീർച്ചയായിട്ടും ഈ നടിക്കൊപ്പം നിൽക്കണം, ഇതിൻ്റെ ഒരു നാൾ വഴി പരിശോധിക്കുമ്പോൾ നടിക്കൊപ്പം നിൽക്കേണ്ടത് നമ്മളാണ് എന്ന് തോന്നിപ്പിച്ച ആ ഒരു പ്രത്യേക ഒരു നിമിഷം ഉണ്ടാവില്ല. ആ ഒരു കാര്യം ഒന്ന് ഓർത്തെടുത്ത്. ദിവിൻ, നടിയെ ആക്രമിക്കപ്പെട്ട കേസിൻ്റെ വിചാരണ നടപടികൾ അന്തിമഘട്ടത്തിലേക്ക് പോകുന്ന സമയത്ത് ഏതാണ്ട് 2021 ഡിസംബർ മാസം 21-ാം തീയതി, അന്നൊരു ഏതാണ്ടൊരു 10 മണിയൊക്കെ കഴിയുമ്പോൾ ഒരു മനുഷ്യൻ എൻ്റെ ഫോണിലേക്ക് വിളിച്ച് സ്വയം പരിചയപ്പെടുത്തി, ബാലചന്ദ്രകുമാറാണ്, എൻ്റെ കയ്യിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട ചില തെളിവുകളുണ്ട്, കാണാൻ പറ്റുമോ? അതിനു മുമ്പ് നടി ആക്രമിക്കപ്പെട്ട കേസിൻ്റെ വാർത്തകൾ അങ്ങനെ കത്തി നിൽക്കുന്ന സമയവുമല്ല. ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. പുള്ളിക്കാരനോട് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. ഞങ്ങളിരുന്ന് സംസാരിച്ചതിന് ശേഷം എൻ്റെ കൈവശം കുറേ രേഖകൾ കൈമാറി. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നൽകിയ പരാതിയാണ് ബാലചന്ദ്രകുമാർ. അതിനൊപ്പം കുറേ തെളിവുകളുണ്ടായിരുന്നു. ഞാൻ ഒറ്റ നോട്ടത്തിൽ അത് പേജുകൾ മറിച്ചു നോക്കി, തെളിവുകൾ നോക്കി, പറഞ്ഞ കാര്യങ്ങളുടെ തെളിവുകൾ അതിനകത്തുണ്ട്. ഗൗരവം മനസ്സിലായി. ഞാൻ അന്ന് കോഴിക്കോടേക്ക് യാത്ര പുറപ്പെടാൻ നിൽക്കുന്ന സമയമാണ്. വളരെ പെട്ടെന്ന് പോകേണ്ട ഒരാവശ്യമുണ്ടായിരുന്നു. ഞാൻ കോഴിക്കോട്ടേക്ക് പോയി. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തുമ്പോൾ തന്നെ ഞാൻ ബാലചന്ദ്രകുമാറിനെ ഓഫീസിലേക്ക് വിളിച്ച് അഭിമുഖം അത് ചിത്രീകരിച്ചു. 25-ാം തീയതി അത് ടെലികാസ്റ്റ് ചെയ്യണം. ഇത് ഈ കുറേ ചാനലിൽ നേരത്തെ അഭിമുഖം കൊടുത്തതിന് ശേഷമാണ് ബാലചന്ദ്രകുമാർ നമ്മളെ സമീപിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം ഉണ്ടോ ഇതിനകത്ത്, അങ്ങനെ ഒരു എലമെൻറ്റ്? ദിവിൻ, എൻ്റെ അടുത്തേക്ക് ബാലചന്ദ്രകുമാർ വരുമ്പോൾ മറ്റു പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമ സ്ഥാപനങ്ങളെ സമീപിച്ചിരുന്നു. കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും പഴക്കമുള്ള ദൃശ്യമാധ്യമ സ്ഥാപനങ്ങളെ ബന്ധപ്പെടുകയും അവർ ഈ വാർത്ത അവർക്ക് നൽകാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു. ഒരു ദൃശ്യമാധ്യമ സ്ഥാപനം എല്ലാ രേഖകളും കൈവശപ്പെടുത്തി, മറ്റൊരു ദൃശ്യമാധ്യമ സ്ഥാപനം അഭിമുഖം ചിത്രീകരിച്ചു, രേഖകൾ കൈവശപ്പെടുത്തി. അവരൊന്നും അത് സംപ്രേഷണം ചെയ്തില്ല. ബാലചന്ദ്രകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഈ തെളിവുകൾ അപ്പുറത്ത്
ദിലീപിൻ്റെ കൈവശത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ ഇല്ലായ്മ ചെയ്യും, അപായപ്പെടുത്തുമെന്ന ബോധ്യമുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എങ്ങനെയെങ്കിലും ഇത് പുറത്തു വരണമെന്ന ഒരു ദൃഢനിശ്ചയം അങ്ങനെ റിപ്പോർട്ടറെ സമീപിക്കുന്നത്. ഇത് വായിക്കുമ്പോഴും ഇത് പിന്നീട് അഭിമുഖം സംപ്രേഷണം ചെയ്ത ശേഷമൊക്കെ എനിക്ക് വന്ന ഫോൺ കോളുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില ഫോൺ കോളുകളിലൂടെ തന്നെ എനിക്കത് ബോധ്യമായി. ഇത് വളരെ അതീവ ഗൗരവമുള്ളതാണ്. ഒരു ആരോപണത്തിനപ്പുറത്തേക്ക് ഇപ്പോൾ എൻ്റെ കൈവശമുള്ള തെളിവിനപ്പുറത്തേക്ക് ഇനിയും കുറേ കാര്യങ്ങൾ പുറത്തു വരാൻ സാധ്യതയുണ്ട്. ദിലീപും പൾസർ സുനിയും, അതായത് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ പ്രധാന കുറ്റവാളിയായ പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന തെളിവുകളാണ് ബാലേന്ദ്രകുമാറിൻ്റെ കൈവശമുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ബന്ധവുമില്ലെന്ന് ദിലീപ് ആവർത്തിക്കുമ്പോഴാണ് ഈ ബാലേന്ദ്രകുമാർ കടന്നെത്തുന്നത്. അങ്ങനെ പിന്നീടുള്ള ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട തെളിവുകൾ ഒന്നൊന്നായി റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. ഓരോ ദിവസവും 1ഉം 2ഉം ശബ്ദരേഖകൾ, ദിലീപിൻ്റെത്, അല്ലെങ്കിൽ ദിലീപിൻ്റെ സഹോദരൻ അനൂപിൻ്റെത്, അല്ലെങ്കിൽ സഹോദരിയുടെ ഭർത്താവ് സുരാജിൻ്റേത്, അല്ലെങ്കിൽ ദിലീപിൻ്റെ സുഹൃത്തായ ശരത്തിൻ്റെത്, ഇങ്ങനെ പല ആളുകളുടെ ശബ്ദരേഖകൾ പുറത്തുവിടുകയാണ്. എല്ലാം തെളിവാണ്. അങ്ങനെയാണ് ജനുവരി 2022 9-ാം തീയതി സർക്കാർ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി തുടരന്വേഷണത്തിന് തീരുമാനമെടുത്ത് അന്നത്തെ ADGP ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങുന്നത്. DYSP ബൈജു പൗലോസൻ തന്നെയാണ് അന്വേഷണ മേൽനോട്ടം അതിൻ്റെ നേതൃത്വം നൽകിയത്. ഈ തെളിവുകളൊക്കെ വെച്ചുകൊണ്ട് എൻ്റെ മൊഴി എറണാകുളത്ത് പോലീസ് ക്ലബ്ബിൽ രേഖപ്പെടുത്തുന്നു. അതിനുശേഷം പിന്നീട് ബാലേന്ദ്രകുമാറിൻ്റെ മൊഴി അടക്കം രേഖപ്പെടുത്തി അവർ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഇടയിലാണ് അന്വേഷണ സംഘത്തെ അപായപ്പെടുത്തുന്ന ശബ്ദരേഖ റിപ്പോർട്ടർ പുറത്തുവിട്ടത്. അത് കൊട്ടേഷൻ നൽകിയെന്ന് ബോധ്യപ്പെടുന്ന രീതിയിൽ അനൂപിൻ്റെ ശബ്ദരേഖയാണ്. പിന്നീട് അതിൻ്റെ ഗൗരവം മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ്. ബൈജു പൗലോസ് ഉൾപ്പെടെ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥന്മാരെ അപായപ്പെടുത്താൻ ഈ 8-ാം പ്രതിയും സംഘവും തീരുമാനിച്ചു എന്നാണ് ആ ശബ്ദരേഖയിലൂടെ ബോധ്യമാകുന്നത്. അപ്പം നേരെ മറ്റൊരു അന്വേഷണ സംഘം വരുന്നു. അന്നത്തെ SP മോഹനേന്ദ്രൻ്റെ നേതൃത്വത്തിൽ അവർ അന്വേഷിക്കുന്നു. മൊബൈൽ ഫോൺ ഹാജരാക്കാൻ പറയുമ്പോൾ തയ്യാറാണ്. നമ്മളന്ന് പുറത്തു വിട്ടതിനകത്ത് പ്രധാനപ്പെട്ട പല ഡിജിറ്റൽ തെളിവുകളും ഉണ്ടായിരുന്നു റിപ്പോർട്ടർ പുറത്തു വിട്ടതിനകത്ത്. അപ്പം ഇത് സ്വാഭാവികമായിട്ടും പോലീസ് ആദ്യം ഒന്ന് പരിശോധിച്ച് ഇതിൻ്റെ ഒരു ആധികാരിക ബോധ്യപ്പെട്ടതിന് ശേഷമായിരിക്കുമല്ലോ അതിൻ്റെ തുടർ നടപടികളിലേക്ക് ഇപ്പോൾ സർക്കാരായാലും കടക്കാനൊക്കെ ഉള്ളൊരു സാധ്യത. അപ്പം ആദ്യഘട്ടത്തിൽ തന്നെ പൂർണ്ണമായും ശരിയെന്ന് ബോധ്യമായ ഡിജിറ്റൽ തെളിവുകളാണ് നമ്മൾ പുറത്തുവിട്ടത്. അതുകൊണ്ടാണല്ലോ തുടരന്വേഷണം പ്രഖ്യാപിക്കുന്നതും അത്തരത്തിൽ കാര്യങ്ങൾ മൂവ് ചെയ്യണതും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തെളിവുകൾ നിലനിൽക്കില്ല എന്നൊക്കെയുള്ള ഒരു രീതിക്ക് ഇപ്പോൾ ചർച്ചകൾ പോകുമ്പോൾ നമ്മൾ കൊടുത്ത തെളിവുകളുടെ കൃത്യമായ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് തെളിവുകളുടെ ഒരു കൃത്യമായ വിശദാംശങ്ങളൊന്നും ഓർമ്മിച്ച് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. അതിൽ ആദ്യം ഒന്നാമത്തെ തെളിവായി പറയേണ്ടത് ബാലേന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലാണ്. ബാലേന്ദ്രകുമാർ 30 മിനിറ്റുള്ള ഒരു അഭിമുഖം നമ്മൾ സംപ്രേഷണം ചെയ്തപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദിലീപിൻ്റെ ആലുവയിലെ പത്മസരോവരം എന്ന വസതിയിൽ 2016 ഡിസംബർ 25-ാം തീയതി ബാലേന്ദ്രകുമാർ എത്തുന്നു. അവിടെ ആ സമയത്ത് പൾസർ സുനി ഉണ്ടായിരുന്നു. പൾസർ സുനിയുടെ തോളിൽ കൈവച്ച് ദിലീപ് സംസാരിക്കുന്നത് ബാലേന്ദ്രകുമാർ കണ്ടെന്നാണ് വെളിപ്പെടുത്തൽ. മാത്രവുമല്ല, ബാലേന്ദ്രകുമാറും ദിലീപിൻ്റെ സഹോദരൻ അനൂപും കൂടെ പുറത്തേക്ക് പോവുകയാണ് ഭക്ഷണം വാങ്ങാൻ പുറത്തേക്ക് പോകുമ്പോൾ ഒപ്പം ഈ പൾസർ സുനിയെ പറഞ്ഞയച്ചു. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ പൾസർ സുനിയുടെ കയ്യിൽ പണമുണ്ടെന്ന് ബോധ്യമാകുന്നത് അനൂപിൻ്റെ സംഭാഷണത്തിലാണ്. കയ്യിൽ പണമുണ്ടല്ലോ, ശ്രദ്ധിക്കണം, പോക്കറ്റടിക്കാറുണ്ട് എന്ന രീതിയിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ ദിലീപിൻ്റെ കൈവശത്ത് നിന്ന് പണം വാങ്ങി പോവുകയാണ് പൾസർ സുനി എന്ന് ബോധ്യമാണ്. പിന്നീടുള്ളത് അതൊരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലാണ്. അത് സ്ഥിരീകരിക്കുന്നത് CDR ആണ്. ഈ 3 പേരും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പൾസർ സുനിയുടെ CDR, ബാലേന്ദ്രകുമാറിൻ്റെത്, ദിലീപിൻ്റെത്, അനൂപിൻ്റെത് കറക്റ്റാണ്. അവരെല്ലാവരും ആ ടവർ ലൊക്കേഷനിലുണ്ടായിരുന്നു. അതിനുശേഷം അടുത്ത തെളിവ് നമ്മൾ പരിശോധിച്ചാൽ ദിലീപിൻ്റെ കൈവശം പീഡന ദൃശ്യങ്ങളുണ്ടെന്ന്. അതിൻ്റെ ഒരു ശബ്ദരേഖയായിരുന്നു. ദിലീപ് ഒരു ടാബിൽ പീഡന ദൃശ്യങ്ങൾ പ്ലേ ചെയ്യുന്നു. അവിടെ ആ ക്ലിപ്പ് ഒന്നുകൂടെ പ്ലേ ചെയ്യും. അതിൽ ഇങ്ങനെയുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ, ഒരു കമൻറ്റുകളാണ് ദിലീപിൻ്റെ. ആ കമൻറ്റുകൾ കേൾക്കുമ്പോൾ തന്നെ പോലീസിനത് മനസ്സിലാവുന്നുണ്ട്. കാരണം എത്ര ക്ലിപ്പുകളുണ്ടെന്ന് പോലീസിന് അറിയാം, നമുക്കറിയില്ല, ബാലേന്ദ്രകുമാറിന് അറിയില്ല. ബാലേന്ദ്രകുമാർ നേരെ എതിർവശത്ത് നിന്ന് ഇത് കേൾക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള ഡിവൈസിൽ ഇത് റെക്കോർഡ് ചെയ്തു എന്നാണ് മൊഴി. അതൊരു പ്രധാനപ്പെട്ട തെളിവാണ്. മറ്റൊന്ന്, അന്വേഷണ സംഘത്തെ അപായപ്പെടുത്താൻ ഉള്ള ഒരു ഗൂഢാലോചന നടന്നതായി അനൂപ് ദിലീപിനെ അറിയിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ട്രക്കോ കണ്ടെയ്നറോ ബൈജു പോലീസിനെ ഇടിച്ചാൽ നമ്മൾ 1.5 കോടി രൂപ കാണേണ്ടി വരും. അവർ കാത്തിരുന്നു, പക്ഷേ അയാളെ കിട്ടിയില്ല. അതായത് കൊട്ടേഷൻ സംഘം കാത്തിരുന്നു എന്നാണ്. അത് വലിയ ഗൂഢാലോചനയാണ്. അതും ശാസ്ത്രീയ പരിശോധനയിൽ തെളിയുകയാണ്. പ്രധാനപ്പെട്ട സാക്ഷിയാണ് സാഗർ വിൻസെൻ്റ്. കാവ്യ മാധവൻ്റെ സ്ഥാപനത്തിലെ ജോലിക്കാരിയായിരുന്നു, ലക്ഷ്യ.
സാഗർ വിൻസെൻ്റ് പോലീസിന് FIS കൊടുത്തത് വിജീഷും പൾസർ സുനിയും ഇവിടെ വന്നു, കാവ്യയെ അന്വേഷിച്ചു. ഒരു കവർ അവരുടെ കൈവശമുണ്ടായിരുന്നു. പിന്നീട് മൊഴി മാറ്റി. ആ മൊഴി മാറ്റിയ സാഗർ വിൻസെൻറ്റിനെ മൊഴി മാറ്റിപ്പിച്ചത്, പിന്നിൽ പ്രവർത്തിച്ചത് തങ്ങളാണെന്ന് അനൂപ് ദിലീപിനെ ധരിപ്പിക്കുകയാണ്. ദിലീപിൻ്റെ ശബ്ദരേഖയുണ്ട്. സാഗർ എന്തിനാ ഫിലിപ്പച്ചായനെ കാണാൻ പോയത് എന്നാണ് ചോദിക്കുന്നത്. ഫിലിപ്പച്ചായ എന്ന് ഉദ്ദേശിക്കുന്നത് ദിലീപിൻ്റെ അഭിഭാഷകനെയാണ്. അപ്പോൾ അത് പറയാണ്, സാഗറിനെ നമ്മൾ നമ്മുടെ സ്വിഫ്റ്റ് കാറിൽ കൊണ്ടുപോയി മനം മാറ്റി. അത് പറയാണ്, മൊഴി മാറ്റിച്ചതിൻ്റെ കാര്യമാണ്. അവിടെ തുടങ്ങി ഞാൻ അന്വേഷിച്ച് ആലപ്പുഴയിൽ പോയി അവിടെ സാഗർ വിൻസെൻറ്റിനെ കാണാൻ ശ്രമിച്ചു. കാണാൻ തയ്യാറായില്ല. സാഗർ വിൻസെൻറ്റിൻ്റെ സംഘം ആക്രമിക്കാൻ ശ്രമിച്ചു. തലനാരിഴക്ക് രക്ഷപ്പെട്ടു. പിന്നീട് വീണ്ടും പരിശോധന നടത്തി ഒരു ഹോട്ടൽ കണ്ടെത്തി. ആ ഹോട്ടലിലെ പഴയ രേഖകൾ പരിശോധിച്ച് അവിടെ നിന്ന് കാവ്യ മാധവൻ്റെ ഡ്രൈവറും ഒരു അഭിഭാഷകനും ചേർന്ന് അവിടെ താമസിക്കുകയും സാഗർ വിൻസെൻറ്റിനെ അവിടെ എത്തിച്ച് മൊഴി മാറ്റാൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു എന്നുള്ള തെളിവ് രേഖ ലഭിച്ചു. രേഖ പുറത്തുവിട്ടു. പിന്നീട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ സാഗർ വിൻസെൻ്റ് പോലീസ് മേധാവിക്ക് പരാതി നൽകി. ഇതൊക്കെ സത്യമാണ്, എന്നെ ഭീഷണിപ്പെടുത്തി മൊഴി മാറ്റിച്ചതാണ്. അങ്ങനെ ഓരോ തെളിവുകളാണ് ഓരോ ഘട്ടത്തിൽ. അതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന തെളിവ് ഈ ഫോറൻസിക് സയൻസ് ലാബിലെ ഒരു റിപ്പോർട്ടായിരുന്നു. തീർച്ചയായും അത് വളരെ ഗൗരവമുള്ളൊരു കണ്ടുപിടുത്തമായിരുന്നു. മീൻസ് നമ്മളെ സംബന്ധിച്ച് പുറത്തുവിട്ട തെളിവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ട് അത് ഇപ്പോഴും നിലനിൽക്കുകയാണ്. കാരണം ആ കേസ് ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടോ അതിനകത്ത് ഒരു അന്വേഷണം മുന്നോട്ട് പോകുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും റെലവൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവായിരുന്നു അത്. ഈ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ, കോടതിയിൽ സൂക്ഷിച്ചിരുന്ന ദൃശ്യങ്ങൾ, അത് 3 വട്ടം ഓപ്പൺ ചെയ്തിരുന്നു, അതിൻ്റെ ഹാഷ് വാല്യൂ മാറിയിരുന്നു എന്നുള്ളൊരു വിഷയം. അത് വളരെ ഗൗരവപ്പെട്ടൊരു സംഭവമാണ്. അപ്പോൾ ഈ നിലവിലെ സാഹചര്യത്തിൽ ആ ഒരു നമ്മൾ പുറത്തുവിട്ട ആ ഒരു തെളിവിന് ഇപ്പോഴും നിലനിൽപ്പുണ്ടല്ലോ. അത് 2022 ഫെബ്രുവരി 4-നാണ് ആദ്യം വാർത്ത കൊടുക്കുന്നത്. രാത്രി എഡിറ്റേഴ്സ് ഹോറിൽ MV നികേഷ് കുമാറിൻ്റെ ഡിബേറ്റിലാണ്. നടിയെ ആക്രമിക്കപ്പെട്ട ആ പീഡന ദൃശ്യങ്ങൾ അത് ചോർന്നോ എന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് ആ വാർത്ത നമ്മൾ ടെലികാസ്റ്റ് ചെയ്തത്. കാരണം ഈ റിപ്പോർട്ടിൻ്റെ ആദ്യ ഭാഗം പറയുന്നത് ഷോക്കിംഗ് എന്ന് തുടങ്ങിയാണ് ആ കാര്യങ്ങൾ അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് സയൻറ്റിസ്റ്റ്. കാരണം മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട്. അതുവഴി ഈ മെമ്മറി കാർഡിൽ കൃത്രിമത്വം നടന്നോ, അതിലെ ദൃശ്യങ്ങളിൽ കൃത്രിമത്വം നടന്നിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഇത് പകർത്തപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഈ 2 കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത്. അതീവ ഗൗരവമുള്ള സംഭവമാണ്. കോടതി കസ്റ്റഡിയിലിരിക്കുന്ന പീഡന ദൃശ്യങ്ങൾ അടങ്ങുന്ന ഈ കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് അത് നശിപ്പിക്കാൻ ശ്രമം നടന്നു എന്ന ഞെട്ടിക്കുന്ന സത്യത്തിൽ ആ റിപ്പോർട്ട് കയ്യിൽ ലഭിച്ചപ്പോൾ ഒരു വിറങ്ങലിപ്പായിരുന്നു. കാരണം ദൃശ്യങ്ങൾ പുറത്തുപോയെങ്കിൽ ഒരുപക്ഷെ അതിജീവിതക്കുണ്ടാകുന്ന പ്രയാസം, അവരുടെ ജീവൻ പോലും അപകടപ്പെടാനുള്ള സാധ്യത, രണ്ടാമത്തെ തെളിവ് നശിപ്പിക്കപ്പെടുന്നു. അതും കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ. അതെ, കോടതി കസ്റ്റഡിയിൽ. അങ്ങനെയാണ് ആ വാർത്ത പുറത്തു വന്നപ്പോൾ അതിജീവിത വീണ്ടും ട്രോമയിലേക്ക് പോവുകയാണ് വല്ലാത്ത രീതിയിൽ. അങ്ങനെ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം വന്നു. പൊതുപ്രവർത്തകർ, സ്ത്രീപക്ഷ നിലപാടുള്ളവർ, സാംസ്കാരിക പ്രവർത്തകർ എല്ലാവരും തെരുവിലിറങ്ങുന്നു. അവൾക്കൊപ്പം എന്ന ഒരു ലേബലിൽ അവർ തെരുവിലിറങ്ങി അവർ മുദ്രാവാക്യം വിളിക്കുകയാണ്. അത് കോഴിക്കോട് മിഠായി തെരുവിലും തൃശ്ശൂരിലും മലപ്പുറത്തും എറണാകുളത്ത് വഞ്ചി സ്ക്വയറിലും പ്രതിഷേധം ആളിക്കത്തി. അങ്ങനെയാണ് അതിജീവിത ഒരു ദയാഹർജി കണക്കെ രാഷ്ട്രപതിക്ക് കത്തയക്കുന്നു. മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് തൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം വിശദീകരിക്കുന്നു, ഇടപെടാൻ അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ സർക്കാരിൻ്റെ സഹായത്തോടെ തന്നെ അതിജീവിത കോടതിയെ സമീപിക്കുന്നു. നിയമപോരാട്ടമാണ്. ആ നിയമപോരാട്ടത്തിൽ ആദ്യഘട്ടത്തിലും നീതി ലഭിച്ചില്ല. ഇതിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ വിചാരണ കോടതി അത് തള്ളുന്ന സാഹചര്യം. പിന്നീട് ഹൈക്കോടതിയിൽ നീണ്ട നിയമപോരാട്ടത്തിനൊടുവിലാണ് ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ ബെഞ്ച് അതിൽ ഒരു വസ്തുതാ പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകുന്നത്. അത് ഈ വിചാരണ കോടതിയുടെ ജഡ്ജ് വസ്തുതാന്വേഷണം നടത്തി ആ റിപ്പോർട്ട് കൈമാറി. പക്ഷേ ഇതുവരെ അതിൽ നടപടിയുണ്ടായില്ല. അതിൽ ഞെട്ടിക്കുന്ന പുതിയ വിവരങ്ങൾ വന്നു. മെമ്മറി കാർഡ് വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അതുപയോഗിച്ച ഫോണുകളുടെ വിവരങ്ങളടക്കം കിട്ടിയില്ലേ? അങ്ങനെ വരുന്നു. ആരുപയോഗിച്ചു എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തുന്നു. 3 കോടതികളിലാണ്. അതിൽ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി മെമ്മറി കാർഡ് അത് വിൻഡോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ അത് നിയമവിരുദ്ധമായി പരിശോധിക്കപ്പെടുന്നു. പിന്നീട് സെഷൻസ് കോടതിയിൽ വെച്ച് സമാനമായ രീതിയിൽ വിൻഡോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഒരു മൊബൈൽ ഫോൺ. പിന്നീട് ട്രയൽ കോടതിയിൽ അത് ഒരു പകൽ വെളിച്ചത്തിൽ ഏതാണ്ട് 35 മിനിറ്റ് നേരം ഒരു വിവോ മൊബൈൽ ഫോണിൽ ഈ മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നു. ആ മൊബൈൽ ഫോണിൽ നിന്നും ദൃശ്യങ്ങൾ പുറത്തേക്ക് അയക്കാൻ പറ്റുന്ന
എല്ലാ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളും ആ ഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്നു എന്നാണ് ഈ ഫോറൻസിക് സയന്റിഫിക് ലാബിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. എന്തൊരു നിഷ്ഠൂരമായ സംഭവങ്ങളാണ് നടക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് മിണ്ടാതിരിക്കാൻ കഴിയുന്നത് ഇങ്ങനെ കാര്യങ്ങൾ അറിയുമ്പോൾ? ഇപ്പം നിലവിൽ നടന്ന കുറ്റകൃത്യങ്ങളുടെ എല്ലാം ഒരു സീരിയസ് ഓഫ് ഒഫൻസ് നിൽക്കുന്നുണ്ടല്ലോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൈം ഒഫൻസോടെ കൂടിയാണ് ഇത്. കോടതിയുടെ മുമ്പിലിരുന്ന രേഖ പരിശോധിക്കപ്പെട്ടു, അത് ഇത്തരത്തിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു കാര്യം. പക്ഷേ ആ ഒരു വിഷയത്തിൽ ഇതുവരെ ഒരു അന്വേഷണം നടന്നില്ല എന്നുള്ളതും, ആ അന്വേഷണത്തിന് ആരാണ് യഥാർത്ഥത്തിൽ മുൻകൈ എടുക്കേണ്ടത്? കാരണം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന, അല്ലെ കോടതിയുടെ കസ്റ്റഡിയിലിരിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഇത്തരത്തിൽ ടാമ്പർ ചെയ്യാനുള്ള ഒരു ശ്രമം നടന്നത്. സ്വാഭാവികമായിട്ടും ആ വിഷയം എന്താണ് ഇതുവരെ അന്വേഷിക്കപ്പെടാത്തത്? അത് അന്വേഷിക്കപ്പെടേണ്ട ഉത്തരവാദിത്തം, അന്വേഷിക്കുക എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്തം അത് എന്തായാലും ഏറ്റെടുക്കപ്പെടേണ്ട ഈ നിയമ സംവിധാനങ്ങൾക്കുണ്ടല്ലോ. അവരുടെ അങ്ങോട്ട് കൂടി ഒരു സാങ്ക്ടിറ്റി തെളിയിക്കേണ്ട ഒരു ഉത്തരവാദിത്തം അവർക്കാണല്ലോ. പക്ഷെ അതെന്താണ് അന്വേഷണം മുന്നോട്ട് പോകാത്തത്? അതിൽ നമ്മൾ അതിജീവിത നൽകിയ ഹർജി, ഇതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കെ ബാബുവിൻ്റെ വിധിന്യായത്തിലുള്ള അവസാന ഭാഗത്തുള്ള പരാമർശങ്ങളുണ്ട്. അതിൻ്റെ ഗൗരവം, ഈ ഇരക്ക് ഭരണഘടന നൽകുന്ന ആ ഒരു സംരക്ഷണം അത് ഉറപ്പുവരുത്താൻ നമ്മൾക്ക് കഴിഞ്ഞില്ല, കോടതിക്ക് കഴിഞ്ഞില്ല. കോടതി പറയാണ്. അത് എത്ര ഗൗരവമുള്ള പരാമർശമാണ്. അവരുടെ സ്വകാര്യത ഹനിക്കപ്പെട്ടു, അവരുടെ സ്വകാര്യത സംരക്ഷിക്കാൻ എന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു. അത് ഒരു വിധിന്യായത്തിൽ കോടതി കണ്ടെത്തുകയാണ്. ആ ഇരക്കുണ്ടായ മാനസിക പ്രയാസങ്ങൾ, അവർ അനുഭവിച്ച വേദനകൾ കോടതി മനസ്സിലാക്കുന്നു. അത്രയും ഗൗരവമുള്ള പരാമർശത്തോടെയാണ് ജസ്റ്റിസ് കെ ബാബുവിൻ്റെ ഉത്തരവുണ്ടായിരുന്നത്. അത് വലിയ രീതിയിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ്, കേരള പൊതുസമൂഹം ചർച്ച ചെയ്തു. ആ ഹർജിയുടെ ഗൗരവം അത് കോടതിക്ക് ബോധ്യമായെന്ന് ആ വിധിയിലൂടെ നമുക്ക് ബോധ്യമാവുന്നു. പിന്നീട് വസ്തുതാ പരിശോധന റിപ്പോർട്ടിൽ ആരൊക്കെ പരിശോധിച്ചു എന്ന് മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആ മൊഴി ഉൾപ്പെടുന്ന വസ്തുതാ പരിശോധന റിപ്പോർട്ട് ഈ പരാതിക്കാർക്ക് ലഭ്യമാക്കാൻ പോലും തയ്യാറായില്ല ആ ഘട്ടത്തിൽ കോടതി. പിന്നീട് ഹൈക്കോടതിയുടെ ഉത്തരവിന് ശേഷമാണ് വിചാരണ കോടതി ആ റിപ്പോർട്ട് കൈമാറിയത്. റിപ്പോർട്ടിൽ ഗൗരവമുള്ള കണ്ടെത്തലുകളുണ്ട്. പക്ഷെ അതിലെന്തുകൊണ്ട് തുടർ നടപടി ഉണ്ടാകുന്നില്ല എന്നൊരു ചോദ്യം ഇപ്പോഴും പൊതുസമൂഹം ഉയർത്തുന്നുണ്ട്. ആ കുട്ടി വീണ്ടും കോടതിയെ സമീപിച്ചതാണ്, നടപടി വേണം, ക്രിമിനൽ കുറ്റമാണ് നടന്നിരിക്കുന്നത്, ഈ ദൃശ്യങ്ങൾ മറ്റാർക്കാണ് കൈമാറിയതെന്ന് അറിയേണ്ട വലിയ ഒരു ഉത്തരവാദിത്വമുണ്ട്, അറിയിക്കേണ്ട ഉത്തരവാദിത്വമില്ലേ? കാരണം കോടതി കസ്റ്റഡിയിലാണ്, 3 കോടതികളിലാണ്, ന്യായാധിപന്മാർ പോലും സംശയമുനയിലാകുന്ന ഒരു കുറ്റകൃത്യമാണ്. അതിൽ ഒരു ക്രിമിനൽ കുറ്റം എന്ന രീതിയിൽ കണ്ടുകൊണ്ട് പോലീസ് നേതൃത്വത്തിലുള്ള അന്വേഷണം വേണമെന്ന ആവശ്യമാണ് അതിജീവിതം ഉന്നയിക്കുന്നത്. അതിൽ ആ പെൺകുട്ടിക്ക് നീതി വേണം. കാരണം അവർ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ആ പീഡന ദൃശ്യങ്ങൾ, ഏതാണ്ട് 2 മണിക്കൂറിലേറെ അവർ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ ഈ ഒരു പുരുഷ സംഘം ഒരു ദയാദാക്ഷിണ്യമില്ലാതെ ലൈംഗികമായി ഉപദ്രവിക്കുകയാണ്. മാത്രമല്ല അത് മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. വഴങ്ങിയില്ലെങ്കിൽ മറ്റൊരു ഫ്ലാറ്റിൽ കൊണ്ടുപോയി കൂട്ടബലാത്സംഗത്തിനിരയാക്കും, മയക്കുമരുന്ന് കുത്തിവെച്ചെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഒന്ന് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല ഒരു പെൺകുട്ടി എങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിച്ചു എന്നതാണ്. അതിൻ്റെയൊക്കെ തെളിവുകൾ പുറത്തെത്തി, ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ടുകൾ. എന്നിട്ട് ആ വീഡിയോ എന്തിന് പരിശോധിച്ചു? കോടതിയിൽ ഈ മെമ്മറി കാർഡല്ലാതെ ഇതിൻ്റെ ക്ലോൺഡ് കോപ്പിയുണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ ന്യായാധിപന്മാർക്ക് കോടതി നടപടിക്രമങ്ങളുടെ ഭാഗമായി ഇത് പരിശോധിക്കണമെങ്കിലാണ് ഈ മറ്റൊരു പെൻഡ്രൈവിൽ USB-യിൽ ഇത് പകർത്തി കൊടുത്തിട്ടുണ്ട്. അവർക്ക് ആ ദൃശ്യങ്ങൾ പരിശോധിക്കാനാണെങ്കിൽ അത് പരിശോധിച്ചാൽ മതി. അത് ആരായാലും, ആരാണെന്ന് നമ്മൾക്കറിയാം പരിശോധിച്ചത്. ഈ പറഞ്ഞ മൊബൈൽ ഫോൺ, വിവോ ഫോൺ താജുദ്ദീൻ എന്ന ശിരസ്ദാറുടേതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് നടപടിയില്ല? ഒരു ചോദ്യമാണ് പൊതുസമൂഹം ഉയർത്തുന്നത്. ഇനി വരും ദിവസങ്ങളിൽ ആ ചോദ്യങ്ങൾ ഇനിയും ഉയർന്നുകൊണ്ടേയിരിക്കും. കാരണം അതിജീവിതക്ക് നീതി വാങ്ങിക്കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഞാൻ ഉൾപ്പെടുന്ന മാധ്യമ പ്രവർത്തകർക്ക് മാത്രമല്ല, അത് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ്, കേരള പൊതുസമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ പെൺകുട്ടി എൻ്റെയോ ദിബിൻ്റെയോ രക്തത്തിലല്ല എന്നതുകൊണ്ട് നമുക്ക് മാറി നിൽക്കാൻ കഴിയില്ല. നമ്മൾ സാമൂഹ്യ ജീവികളാണ്. അങ്ങനെ സാമൂഹ്യ ജീവികളായ ഞാൻ ഉൾപ്പെടെയുള്ള നമ്മൾക്ക് എങ്ങനെ മാറി നിൽക്കാൻ കഴിയും? അവർ പോരാട്ടം നടത്തുമ്പോൾ അവർക്കൊപ്പം നമ്മൾ നടക്കണ്ടേ? എന്നാൽ മാത്രമല്ലേ നമ്മൾ മനുഷ്യത്വം ഉള്ളവരായി മാറുള്ളൂ. അല്ലാതെ എന്ത് മാധ്യമ പ്രവർത്തനം കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇതൊരു സാമൂഹ്യ പ്രവർത്തനമായിരിക്കണം. അല്ലാതെ ഒരു വാർത്താ സമ്മേളനത്തിൽ വരുന്ന നേതാക്കൾ ഛർദ്ദിക്കുന്ന വാക്കുകൾ, അല്ലെങ്കിൽ ആരെങ്കിലും ഛർദ്ദിക്കുന്ന വാക്കുകൾ എടുത്ത് അച്ചടി മാധ്യമത്തിൽ എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ദൃശ്യമാധ്യമത്തിലൂടെ കൊടുക്കുന്നതാണ് മാധ്യമ പ്രവർത്തനം. സമൂഹത്തിനോട് നമ്മൾക്ക് ഉത്തരവാദിത്വമില്ലേ? ഒരു നീതികേട് നടക്കുമ്പോൾ ആ നീതികേട് ഇനി ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ ആ കാര്യം പുറത്തെത്തിക്കുന്നു. അങ്ങനെയാണ് പിന്നീട് അങ്ങോട്ടേക്ക് അത്തരം ഈ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നത്, അല്ലെങ്കിൽ നീതികേട് ആവർത്തിക്കാതിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷയാണ് പൊതുസമൂഹത്തിന്, മാധ്യമപ്രവർത്തകരിൽ. ആ ഉത്തരവാദിത്തമാണ് നമ്മൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിനീ പറഞ്ഞ ഭീഷണികൾ സ്വാഭാവികമാണ്. ഒരുപക്ഷെ
നാളുകളിൽ ഞാനോ ദിവിനോ ഉണ്ടാകണമെന്നില്ല. ഒരുപക്ഷെ നമ്മളെയൊക്കെ അപായപ്പെടുത്താം. കാരണം അപ്പുറത്ത് വലിയ സംഘമാണ്, ഗുണ്ടാ സംഘമാണ്. അവർ തെളിയിച്ചല്ലോ. ഒരു പെൺകുട്ടിയെ ഈ തെരുവോരത്ത് അർദ്ധരാത്രി ഒന്നുമല്ലല്ലോ, തിരക്കുള്ള റോഡിൽ 9:30 വലിയ സമയമല്ല കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം. കൊച്ചി ഉറങ്ങുന്ന സമയമല്ല. കൊച്ചി ഉറങ്ങാത്ത, കൊച്ചി ഉണർന്നിരിക്കുന്ന സമയത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ അറിയപ്പെടുന്ന ഒരു യുവനടിയെ ക്രൂരമായി പീഡിപ്പിക്കാൻ അവർക്ക് ധൈര്യം എവിടുന്ന് ലഭിച്ചു? അതും കൊച്ചി ഇങ്ങനെ നഗരം ചുറ്റുകയാണ്, തിരക്കുള്ള നഗരത്തിലൂടെ, ട്രാഫിക്കിലൂടെ ചുറ്റുകയാണ് വാഹനം. വെണ്ണലയിലൂടെ, നഗരത്തിന്റെ ഹൃദയഭാഗമാണ് വെണ്ണല. അല്ല, ഇപ്പോൾ ഈ കേസിൻ്റെ വിധി വരുമ്പോഴും സ്വാഭാവികമായിട്ടും ഇത് ഫോളോ ചെയ്ത്, അല്ലെങ്കിൽ ഈ കേസിൻ്റെ ഓരോ നാൾവഴികളും കൃത്യമായി ബോധ്യമുള്ള ആളുകളെ സംബന്ധിച്ച് നിരാശ ഉണ്ടാവുന്ന ഒരു ഘടകം അത് തന്നെയാണ്. കാരണം ഒരു പൾസർ സുനി ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒരിക്കലും ചെയ്യാൻ പറ്റുന്ന രീതിക്കല്ല ഇതിൻ്റെ ഒരു കാര്യങ്ങൾ. ഇതുവരെയുള്ള നാൾവഴികൾ നമ്മൾ ഗൗരവമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അതിനകത്ത് തന്നെ പ്രധാനപ്പെട്ട ഒരു നമ്മൾ പുറത്തു കൊണ്ടുവന്ന വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പൾസർ സുനിയായിട്ടുള്ള ആ ഒരു അഭിമുഖം. അത് വളരെ സാഹസികമായിട്ടാണ് അയാളുടെ താവളത്തിൽ പോയിട്ടാണ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ആ ഒരു സംഭവത്തിൻ്റെ ഒരു തുടർച്ചയും തുടക്കമൊക്കെ എങ്ങനെയായിരുന്നു? ദിബിൻ, ഈ പൾസർ സുനി കോടതി ജാമ്യം അനുവദിച്ച് പുറത്തു വന്നപ്പോൾ പൾസർ സുനിയുടെ പ്രതികരണം എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന് പുറം ലോകത്തിനറിയണം. കോടതി അടച്ചിട്ട കോടതിയിൽ എന്തൊക്കെ പൾസർ സുനി പറഞ്ഞെന്ന് നമുക്കറിയില്ല. FIS പൂർണ്ണമായും നമുക്ക് ലഭ്യവുമല്ല. അപ്പോൾ പൊതുസമൂഹത്തെ ഇത് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വമുള്ള മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വമാണ്. അതിൽ അതിജീവിതയുടെ പ്രതികരണം എടുക്കുമ്പോൾ തന്നെ കുറ്റവാളിയായി പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച 1-ാം പ്രതിയുടെ പ്രതികരണം നിർബന്ധമായും പുറത്തെത്തിക്കണം. യഥാർത്ഥം എന്താണെന്ന് പുറത്തെത്തിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഇത് ആരുടെ ഗൂഢാലോചനയാണെന്ന് അറിയിക്കണ്ടേ? അങ്ങനെ ഒരു ആലോചന നടക്കുന്നത്. എഡിറ്റോറിയൽ ടീമിൻ്റെ പിന്തുണയോടെയാണ് ഇങ്ങനെ ഒരു നീക്കം. ആ ദിവസങ്ങളോളം നീണ്ടുനിന്ന ശ്രമത്തിനൊടുവിലാണ് പൾസർ സുനിയിലേക്ക് എത്താൻ സാധിച്ചത്. പൾസർ സുനിയുടെ ഒരു സുഹൃത്ത് വഴി ഒരു നീക്കം നടത്തി. അത് ദിവസങ്ങൾ നീണ്ടു. അങ്ങനെ പൾസർ സുനിയുടെ അരികിലേക്ക് എത്തുമ്പോൾ ഒരു കാരണവശാലും പൾസർ സുനി അങ്ങനെ നമ്മൾ ഒരു രഹസ്യ ക്യാമറ വെച്ചിരിക്കുന്നുണ്ടെന്ന് അറിയാൻ പാടില്ല എന്ന ബോധ്യത്തോടെ മറ്റൊരു മാധ്യമ പ്രവർത്തകനെയല്ല, നമ്മളൊരു ഡ്രൈവറെ മാത്രമാണ് ഒപ്പം കൂട്ടിയത്. കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നു. പൾസർ സുനിയുടെ വിശ്വാസത്തെ നേടിയെടുക്കുന്ന തരത്തിലാണ് ഞാൻ സംസാരിച്ചത്. ഈ ഒളി ക്യാമറ ഓപ്പറേഷൻ കേരളത്തിലോ രാജ്യത്തോ ആദ്യത്തെ ഒന്നുമല്ല. നിരവധി മുതിർന്ന മാധ്യമ പ്രവർത്തകർ നടത്തിയിട്ടുണ്ട്. നീതികേട് പുറത്തു കൊണ്ടുവരാൻ ഈ ഒളി ക്യാമറ ഓപ്പറേഷൻ നമ്മൾ നടത്താറുള്ളതാണ്. അതിനകത്ത് ഒരു അത്ഭുതമുള്ള കാര്യമില്ല. ഞാൻ തന്നെ പലപ്പോഴായി ചെയ്തിട്ടുണ്ട്. നമ്മൾ മുൻകാലങ്ങളിലൊക്കെ പലപ്പോഴും നടത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ പൾസർ സുനിയെ പോലെയുള്ള ഒരു ക്രിമിനലിൻ്റെ അടുത്ത് പോകുമ്പോൾ ഒരു തയ്യാറെടുപ്പൊക്കെ നടത്തിയാണ് പോയത്. ആദ്യഘട്ടത്തിൽ ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞതാണ്, പൾസർ സുനി ഏതാണ്ട് ഒരു ഫെൻസിങ്ങിനപ്പുറം, ഫെൻസിങ് കഴിഞ്ഞാൽ പിന്നെ അത് ഫോറസ്റ്റ് ഏരിയ ആയിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു, ഒരു പുഴയുടെ തീരത്ത് കൊണ്ടുപോയി ഇരുത്തി അവിടെ 2 കസേരകൾ, അവർ നേരത്തെ മദ്യപിക്കുന്ന സ്ഥലമാണെന്ന് ആ സ്ഥലത്ത് നിന്ന് ബോധ്യം വന്നിട്ടുണ്ട്. പിന്നീട് പൾസർ സുനി തന്നെ പറയുന്നുണ്ട് ആ കാര്യം. പൾസർ സുനിയുടെ അരികിൽ ആരും ഇല്ലെങ്കിലും തൊട്ടപ്പുറത്ത് ഏതാണ്ട് ഒരു 100 മീറ്റർ അപ്പുറത്തേക്ക് പൾസർ സുനിയുടെ സംഘങ്ങൾ ഉണ്ടെന്ന് പൾസർ സുനി ബോധ്യപ്പെടുത്തി. കാരണം ഒരു സംഘം അവിടെ നിന്ന് ഞങ്ങൾ വരണമോ എന്ന് ചോദിക്കുകയാണ് ഉറച്ച ശബ്ദത്തിൽ. തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവിടെ ഒരു കത്തി കൈവശമുണ്ട്. എന്നെ ഭയപ്പെടുത്താനാണ്, കൂടെയുള്ള ആളെയും. കാരണം ഞങ്ങളെ പോലെയുള്ള പാവപ്പെട്ട മാധ്യമ പ്രവർത്തകർ ഭയപ്പെടുത്താൻ ഈ കത്തി മതി. അവർ നമ്മളെ അപായപ്പെടുത്താൻ ശ്രമിച്ചില്ലെങ്കിൽ കത്തി മതി, ഓടി രക്ഷപ്പെടാൻ കഴിയില്ല. ഒരു ഭാഗത്ത് ഫെൻസിങ് ആണ്, മറുഭാഗത്ത് പുഴയാണ്. ആ ദൃശ്യങ്ങൾ ഇപ്പോഴും മനസ്സിൽ മിന്നി പറയുന്നുണ്ട്. പക്ഷെ നല്ല ധൈര്യം ഉണ്ടായിരുന്നു. എന്താ കാരണം? അപ്പുറത്ത് അതിജീവിതം അനുഭവിച്ചതിനേക്കാൾ വലിയ പ്രയാസമൊന്നും നമ്മൾ അനുഭവിക്കുന്നില്ല. പണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയ കാലത്ത് ഇതുപോലെയുള്ള കുറേ പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടുണ്ട്. പോലീസിൻ്റെ മർദ്ദനവും ജയിലറകളും എതിർ രാഷ്ട്രീയക്കാരുടെ മർദ്ദനവും ഒക്കെ അതിജീവിച്ചാണ് മുന്നോട്ട് പോയത്. അത് വലിയൊരു ധൈര്യമാണ്, ആത്മധൈര്യമാണ്. അതിനപ്പുറത്തേക്ക് നമ്മുടെ എഡിറ്റോറിയൽ ടീമിൻ്റെ പിന്തുണ, കേരള പൊതുസമൂഹം നൽകുന്ന ഒരു സ്നേഹമുണ്ട്. അതിജീവിത അനുഭവിച്ച വേദന അവർക്ക് നീതി മേടിച്ചു കൊടുക്കുക എന്നുള്ളത്. കാരണം എനിക്കൊരു പെൺകുട്ടിയാണ്. ഇതിനകത്ത് ഒരു സാഹസികതയുടെ എലമെൻ്റ് ഉണ്ടല്ലോ. കാരണം ഈ റോഷിപാൽ എന്താണ്, റോഷിപാലിന് ഈ നടിയെ ആക്രമിച്ച കേസിൽ റോഷിപാലിൻ്റെ നിലപാട് എന്താണെന്ന് കൃത്യമായി അറിയുന്ന ഒരാളാണല്ലോ ഈ പൾസർ സുനി. ഇപ്പോൾ സ്വാഭാവികമായിട്ടും പൾസർ സുനിയെ പോലെ ഒരാളെ അത്തരത്തിലൊരു മുഖാമുഖത്തിന് തയ്യാറാക്കി എടുക്കുക, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു സാഹസികമായിട്ടൊരു ദൗത്യമാണല്ലോ. അതെങ്ങനെയാണ് പൾസർ സുനിക്ക് അങ്ങനെ റോഷിപാലിനോട് ഉള്ളു തുറന്ന് സംസാരിച്ചേക്കാൻ തോന്നിക്കണ ഒരു അവസ്ഥയായിട്ട് എത്തിച്ച ഒരു സാഹചര്യം? ഞാൻ പൾസർ സുനിയുടെ മൊബൈൽ നമ്പർ എനിക്ക് തന്ന ഒരാൾ ആ പൾസർ സുനിയുമായി ആശയവിനിമയം നടത്തിയതിന് ശേഷമാണ് വാട്സപ്പിൽ വിളിക്കാൻ അനുവാദം തന്നത്. പൾസർ സുനി പറഞ്ഞു നമ്പർ കൊടുക്കാൻ. ഞാൻ ആദ്യം സംസാരിച്ചു. അങ്ങനെ ദീർഘമായല്ല, ഹ്രസ്വമായ സംഭാഷണം. അതിൽ കാര്യങ്ങൾ പതുക്കെ സംസാരിച്ചു പോകുമ്പോൾ പൾസർ സുനി നന്നായി പുസ്തകം ജയിലിൽ നിന്ന് വായിക്കുന്നുണ്ട് എന്നും എഴുതുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ കാര്യങ്ങളൊക്കെ
സംസാരിച്ചു തുടങ്ങി. അപ്പം പൾസർ സുനി വായിച്ച പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അങ്ങനെ ആ രീതിയിലാണ് ഞാൻ പൾസർ സുനിയുടെ വിശ്വാസം നേടിയെടുക്കാനുള്ള ശ്രമം നടത്തിയത്. എൻ്റെ ഉദ്ദേശം സത്യസന്ധമായി പറയാം, എൻ്റെ ഒരു പുസ്തകം എഴുത്തിൽ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട പുസ്തകം എഴുത്തിൽ പൾസർ സുനിയുടെ സഹായം വേണം. അതിൽ ആ കാര്യങ്ങളൊന്ന് പറയണം, ഞാനത് എഴുതിയെടുത്തോളാം, നിർബന്ധമാണ്. ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആദ്യം സംഭവിച്ചില്ല. തുടർച്ചയായ ദിവസങ്ങൾ, നാളെ കാണാം, മറ്റന്നാൾ കാണാം, അങ്ങനെ പറഞ്ഞു. അങ്ങനെ പലപ്പോഴായി കേസ് കഴിയട്ടെ, അതല്ല എന്ന് പറഞ്ഞ് സംസാരം ദീർഘനാളായി നടന്നപ്പോൾ ഒടുവിൽ സമ്മതിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വന്നു. പൾസർ സുനി ആദ്യം പറഞ്ഞത് വീട്ടിലാണ്, പിന്നീട് മറ്റൊരിടം പറഞ്ഞു, മറ്റൊരിടം, അങ്ങനെ മൂന്നാമത്തെ ഇടത്താണ് എത്തുന്നത്. ഒരു വലിയ, അവിടെ ആരുമില്ലാത്തൊരിടമാണ്, ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലത്താണ് എത്തിച്ചത്. പെരുമ്പാവൂരിലാണ്. അവിടെ നിന്ന് ഈ സംസാരിക്കുന്ന സ്ഥലത്തേക്ക്. പക്ഷെ എളുപ്പമായിരുന്നില്ല എത്തിക്കാൻ. പക്ഷേ ഞാൻ അവിടെ എത്തുമ്പോഴും പൾസർ സുനിക്ക് എന്നിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ആദ്യം തന്നെ നിങ്ങൾ ഇത് പകർത്തുന്നില്ല എന്ന ഉറപ്പിൽ നിങ്ങളെ എനിക്ക് പരിചയപ്പെടുത്തിയ ആളുടെ വിശ്വാസമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചപ്പോൾ ആദ്യ ഘട്ടത്തിൽ സംസാരിച്ച് ഏതാണ്ട് 2-3 മണിക്കൂർ, എനിക്ക് കൃത്യമായി ഓർത്തെടുക്കാൻ കഴിയില്ല, മുഴുവൻ ഞങ്ങൾ 2 ഡിവൈസുകളിൽ പകർത്തുന്നു. ദൃശ്യങ്ങൾ കൃത്യമല്ല, കാരണം പൾസർ സുനിയുടെ ശ്രദ്ധ തെറ്റുമ്പോൾ, കാരണം പൾസർ സുനി പലപ്പോഴും സംസാരിക്കുന്ന ഏതെങ്കിലും വിദൂരതയിൽ നോക്കി അല്ലെങ്കിൽ നിലത്ത് നോക്കിയിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്, പൂർണ്ണമായി സംസാരിക്കുന്നില്ല. പിന്നീട് നിരാശനായി, കൂടുതൽ കണ്ടന്റ് ഇല്ല, നിരാശനായി തിരിച്ച് ഞങ്ങളുടെ വാഹനത്തിലേക്ക് കയറുമ്പോൾ എൻ്റെ ലാപ്ടോപ്പിൽ ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ച ഏതാണ്ട് 10-80 പേജ് ഞാൻ പുസ്തകത്തിന് വേണ്ടി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പൾസർ സുനിക്ക് പ്രധാന ഭാഗങ്ങൾ കാണിച്ചു. അപ്പോൾ എൻ്റെ ഉദ്ദേശം പൾസർ സുനിക്ക് ബോധ്യമാകുന്നു, മറ്റൊരു ഉദ്ദേശമല്ല. കാരണം റിപ്പോർട്ടറിൻ്റെ വാഹനത്തിലല്ല ഞാൻ പോയത്, ക്യാമറയില്ല, ഒന്നും കയ്യില്ല, പെന്നും ഒരു ഡയറിയും മാത്രമാണ്. അതുകൊണ്ടാകാം പൾസർ സുനി തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഇരിക്കണം, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഞാൻ എഴുതി വെച്ച ചില കാര്യങ്ങൾ പുള്ളിക്ക് എതിർപ്പുണ്ട്, അതല്ല ഉള്ള കാര്യങ്ങളുണ്ട്, പുള്ളിയുടെ വാദം വേറൊരു വെർഷൻ ഉണ്ടായിരുന്നു. അതെ, അങ്ങനെ ആത്മവിശ്വാസത്തോടെ പിരിഞ്ഞു. ഈ കാര്യങ്ങൾ നമ്മുടെ മാനേജിങ് എഡിറ്റർ ആൻഡ്രോ അഗസ്റ്റിൻ, അദ്ദേഹത്തെ മാത്രം ഞാൻ ധരിപ്പിച്ച് ഞാൻ തിരിച്ച് തിരുവനന്തപുരത്ത് പോയി. പിന്നീട് വീണ്ടും വിളിച്ച് ദിവസങ്ങളോളമാണ് ദിപിൻ മടുത്തു പോകുന്ന രീതിയിലാണ്. കാരണം ലക്ഷ്യം എല്ലാം പുറത്തെത്തിക്കണമെന്ന്. അങ്ങനെയാണ് പൾസർ സുനി അവസാനം വീണ്ടും ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം. ഈ ആദ്യം പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ പറഞ്ഞ ഈ ഫെൻസിങ്ങും മറ്റേ ഒരു സൈഡിൽ പുഴയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം പോയി ഈ 2 മണിക്കൂർ സംസാരിക്കുന്ന സ്ഥലമാണ്. പിന്നെ രണ്ടാമത് ഒന്നോടെ പോയി. രണ്ടാമത് കാണുമ്പോഴത്തേക്ക് പൾസർ സുനിക്ക് എന്നിൽ കൂടുതൽ വിശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസ്യത എന്ന് വെച്ചാൽ ഞാൻ പൾസർ സുനിയെ ചതിക്കില്ല. ചതി എന്ന് വെച്ചാൽ പൾസർ സുനി ഉദ്ദേശിക്കുന്നത് ഇത് ഏതെങ്കിലും തരത്തിൽ ഇത് റെക്കോർഡ് ചെയ്ത് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല. അങ്ങനെ വന്നാൽ പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ, നിലവിലുള്ള ജാമ്യം റദ്ദാക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതായിരിക്കാം പൾസർ സുനി ഭയപ്പെടുന്നത്. പക്ഷേ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനോട് പക്ഷേ ആളുകൾ അറിയുകയും ചെയ്യണം. അല്ല, അത് കുഴപ്പമില്ല. ഈ അദ്ദേഹം ഇതൊക്കെ കഴിഞ്ഞിട്ട് പൾസർ സുനി പറയുന്നുണ്ട്, വിധി വന്നതിന് ശേഷം മാത്രമേ പുസ്തകം ഇറക്കാൻ പാടുള്ളൂ, അത് അവസാനമാണ്, എല്ലാം കഴിഞ്ഞിട്ട്. രണ്ടാമതും പൾസർ സുനിയൻ ഇതേപോലെ തൃപ്പൂണിത്തറ ഹിൽ പാലസ് അവിടെ വരാൻ പറയുന്നു, മാറ്റി പറയുന്നു. ഞാൻ 2 ദിവസം കൊച്ചിയിൽ ക്യാമ്പ് ചെയ്തു. ആദ്യ ദിവസം നടന്നില്ല, രണ്ടാമത്തെ ദിവസം രാവിലെ പറഞ്ഞു, ഉച്ചക്ക് പറഞ്ഞു, വൈകിട്ടാണ്, ഏതാണ്ട് 4 മണിയോടടുത്താണ് കാണുന്നത്. അവിടെ കണ്ടു, സംസാരിച്ചു, പല കാര്യങ്ങളും പറഞ്ഞു. എല്ലാം പറഞ്ഞില്ല, പറയാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞു. പരമാവധി നമ്മൾ പകർത്തി. ചില ഘട്ടങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ ഡിവൈസ് കൃത്യമായി കൈകാര്യം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ശബ്ദം അത് കൃത്യമല്ല. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്ന സമയത്തും അത് ഓഡിയോ റെക്കോർഡ് കൃത്യമായിരുന്നില്ല. എന്നാലും കുറേ കാര്യങ്ങൾ പറഞ്ഞു. കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളാണ്, അതിനപ്പുറത്തേക്ക് ഒന്നുമല്ല. കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളാണ് പൾസർ സുനി. പക്ഷെ അത് പുറം ലോകത്തെത്തിക്കുകയാണത് വലിയ ഉത്തരവാദിത്തമാണ്. പൊതുസമൂഹം 2 തരത്തിൽ ചിന്തിച്ചു. അതിൽ ദിലീപ് 8ാം പ്രതി നിരപരാധിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമുണ്ട്, ദിലീപ് കുറ്റവാളിയാണെന്ന് വിശ്വസിക്കുന്ന മറ്റൊരു സമൂഹമുണ്ട്. അപ്പം സ്വാഭാവികമായും എന്താണ് സത്യമെന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമം. കൊട്ടേഷൻ നൽകിയത് ദിലീപാണെന്ന് പറയുന്നു, എത്ര പണം നൽകി, എന്തൊക്കെ നടന്നു, എല്ലാം പറയുന്നുണ്ട്. പോലീസ് ആദ്യഘട്ടത്തിൽ ഈ സംഭവം കേസ് പോലീസിന് മുന്നിലെത്തിയപ്പോൾ പോലും സെറ്റിൽമെൻറ്റിന് സമയമുണ്ടായിരുന്നു, അത് ദിലീപ് ചെയ്തില്ല. അഭിഭാഷകരുടെ പ്രേരണയായാൽ കേസുമായി മുന്നോട്ട് പോകാമെന്ന് ദിലീപ് തീരുമാനമെടുത്തു. അതാണ് കുരുക്കായതെന്നൊക്കെ പൾസർ സുനി പറയുന്നുണ്ട്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലായി തന്നെയാണ് ഞാൻ കാണുന്നത്. ഇതൊരു തെളിവ് എന്നുള്ള രീതിക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ കോടതിയുടെ പരിഗണനയിലെ അന്വേഷണത്തിൻ്റെ മുമ്പിട്ട് വന്നിരുന്നോ? നമ്മൾ ഈ പൾസർ സുനിയായിട്ട് നടത്തിയ അഭിമുഖം ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു തെളിവ് എന്നുള്ള രീതിക്ക് പരിഗണിക്കപ്പെട്ടിട്ടുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘത്തിൻ്റെ മുന്നിൽ എത്തിയതാണ്, പ്രോസിക്യൂഷന് മുന്നിലുമുണ്ട്. അതിനപ്പുറത്തേക്ക് ട്രയലിലും പറഞ്ഞതാണ്. അത് ഈ കാര്യങ്ങൾ അവിടെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് അതൊരു തെളിവായി എടുത്ത് വിചാരണ ചെയ്ത് മുന്നോട്ട് പോകാൻ പ്രോസിക്യൂഷൻ തയ്യാറായിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് കോടതിയിൽ വിചാരണ നടപടികൾ ഏതാണ്ട് പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് ഇത് വരുന്നത്.
പിന്നീട് വീണ്ടും ഒരു ട്രയലിലേക്ക് പോകുന്നത് അത്ര ഗുണകരമാകില്ല അല്ല, എന്ന വിലയിരുത്തലാകാം. നമ്മളോട് ഈ പറഞ്ഞ വിവരങ്ങൾ, അതായത് നമുക്കിപ്പോൾ നമ്മളോട് പൾസർ സുനി സംസാരിക്കുമ്പോൾ പറഞ്ഞ വിവരങ്ങളെല്ലാം പൾസർ സുനി ഒരു ഘട്ടത്തിൽ കോടതിയിലും അന്വേഷണ ഉദ്യോഗസ്ഥരോടൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അത് കോടതിയുടെ മുമ്പിലുള്ള വിഷയങ്ങളാണ്. അതുകൊണ്ട് വീണ്ടും അത് കോടതിയിലേക്ക് കൊണ്ടുവരേണ്ടതോ ഉം. പൾസർ സുനിയോ അല്ലെങ്കിൽ എന്നെയോ വിസ്തരിക്കേണ്ട ആവശ്യമില്ല. ഉം. പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നീട് പൾസർ സുനിയുടെ ജാമ്യം റദ്ദാക്കുന്ന കാര്യത്തിൽ വേണമെങ്കിൽ ഉം. പ്രോസിക്യൂഷൻ സമീപിക്കാമായിരുന്നു. പക്ഷേ അത് ഒളിക്യാമറ എന്ന നിലയിൽ എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ഒരുപക്ഷെ പൾസർ സുനിക്ക് രക്ഷപ്പെടാനുള്ള അവസരം ഉണ്ടായേക്കാം. എനിക്കറിയില്ല അതിൻ്റെ കാര്യങ്ങൾ. പക്ഷെ എന്നാൽ പോലും അതൊരു ഗൗരവമുള്ള വിഷയമാണ്. പൾസർ സുനി അത് സംപ്രേഷണം ചെയ്തതിന് ശേഷം പൾസർ സുനിയെ എനിക്ക് പരിചയപ്പെടുത്തിയ ആളുടെ ഭാഗത്ത് വലിയ ഭീഷണി ഉണ്ടായിരുന്നു. പൾസർ സുനി എനിക്ക് കൃത്യമായി അന്ന് നൽകിയ മുന്നറിയിപ്പുണ്ട്. അവരുടെ ഈ ഗുണ്ടകളും ക്രിമിനലുകളും അവർ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നത് വിശ്വാസ്യതയാണ്. വിശ്വാസ്യത നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് സൗഹൃദമില്ല, അവിടെ ഒരു സന്ധിയില്ല. അവിടെ വിശ്വാസം നഷ്ടപ്പെടുന്ന ആളെ തീർക്കുക എന്നതാണ് സ്വാഭാവികമായും ഈ ഗുണ്ട വിഭാഗത്തിലെ ഒരു നിയമം, അലിഖിത നിയമമാണത്. ഒറ്റ വാക്കിലായിരുന്നു പൾസർ സുനി എനിക്ക് ഇത് ടെലികാസ്റ്റ് ചെയ്തപ്പോൾ, ഇനി എന്നെ വിളിക്കില്ലല്ലോ അല്ലേ എന്ന് മാത്രമായിരുന്നു എനിക്ക് മറുപടി. പൾസർ സുനി അതെ, ഒരു സന്ദേശം. അത് പിന്നീട് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് ഞാൻ പൾസർ സുനിയെ അങ്ങോട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുമില്ല. പൾസർ സുനിയെ എനിക്ക് പരിചയപ്പെടുത്താൻ രൂക്ഷമായ ഭാഷയിലൊക്കെ പ്രതികരിച്ചു. അദ്ദേഹവും ഞാൻ പിന്നീട് പരസ്പരം ബന്ധപ്പെട്ടിട്ടില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ ഈ പൾസർ സുനിയുടെ ഒരു കൂടിക്കാഴ്ചയെ പറ്റി പറയുമ്പോൾ നമ്മൾ അതിനൊക്കെ മുമ്പാണല്ലോ ഈ പൾസർ സുനിയുടെ ഒരു കത്ത് പുറത്തുവിട്ടത്. ഈ കത്ത് ഈ പറയുന്ന ഗൂഢാലോചന തെളിയിക്കാൻ ഉതകുന്ന പല പരാമർശങ്ങളുള്ളൊരു കത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ കത്ത് നമ്മുടെ കയ്യിൽ കിട്ടിയൊരു സാഹചര്യം, ആ കത്തിൻ്റെ ഒരു ഈ കേസിൽ ഈ കത്തിൻ്റെ ഒരു നിർണായകമായ സ്വാധീനം എന്തായിരുന്നു? അതിൽ ദിബിൻ, ആ കത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം അത് പൾസർ സുനി സ്വന്തം കൈപ്പടയിൽ ജയിലിൽ നിന്ന് എഴുതിയ കത്താണ്. ആ കത്തിൽ പൾസർ സുനി പറയുന്നത് തന്നെ 2 പേജുള്ള കത്താണ്. എനിക്ക് ഇനി ദിലീപ് ഏട്ടൻ്റെ സഹായം ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിൽ കൃത്യമായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അബാദ് പ്ലാസയിൽ നടന്ന ഗൂഢാലോചന, ഞാനിപ്പോൾ ഇത് സംസാരിക്കുമ്പോൾ ആ കത്തിൻ്റെ പകർപ്പാണ് എൻ്റെ മുന്നിലുള്ളത്. അപ്പോൾ ഇതിലെല്ലാ കാര്യങ്ങളും പറയുന്നു, എല്ലാം പരാമർശിച്ച് അവസാനം പറയുന്നുണ്ട്, യജമാനൻ നായയെ പോറ്റുന്നത് വിശ്വസ്തനായ കാവൽക്കാരനായതിനാലാണ്. അവിടെ ഒരു ആശ്ചര്യചിഹ്നമുണ്ട്. യജമാനോടുള്ള സ്നേഹത്താൽ മൂളുകയും കുരയ്ക്കുകയും ചെയ്യും. പക്ഷേ അതിനെ കൊണ്ട് ഇനി ആവശ്യമില്ലെന്ന് കണ്ടാൽ, ഒന്നിനും പറ്റില്ലെന്ന് കണ്ടാൽ കൊല്ലുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യും. അറിയാവുന്ന ഞാൻ എല്ലാം കോടതിയിൽ തുറന്ന് പറഞ്ഞ് ചെയ്ത തെറ്റിന് മാപ്പിരന്ന് കിട്ടാവുന്ന ശിക്ഷ വാങ്ങി അനുഭവിച്ച് തീർക്കാം. സ്നേഹത്തോടെ ഇത്രമാത്രം. അതായത് 8ാം പ്രതിയായി ദിലീപിന് എഴുതിയ കത്താണ്. ദിലീപിനെ ചതിക്കില്ല, വിശ്വസ്തനായ നായയെ പോലെ ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. ഉപേക്ഷിച്ചാലും ഞാൻ എന്ത് ചെയ്തോളാം, ഞാൻ നിങ്ങൾക്കെതിരെ കോടതിയിലൊന്നും പറയില്ല, എല്ലാം സ്വയം ഏറ്റെടുത്ത് ഞാൻ മുന്നോട്ട് പോയിക്കളാമെന്ന്. ഇത് ദിലീപിൻ്റെ പേര് പറയുന്നതിന് മുമ്പ് അയച്ച കത്താണ്. ഇത് കുരുക്കിയ ദിലീപ് തന്നെയാണ് ഇത് ദിലീപിന് കുരുക്കാക്കിയത്. കാരണം ഇത് പൾസർ സുനി അയച്ച കത്ത് ദിലീപ് ഇതൊരു ഗൂഢാലോചനയാണ് തനിക്കെതിരെ നടക്കുന്നതെന്ന് പറഞ്ഞ് പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തു. ആ പരാതി അന്നത്തെ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥൻ ബാബുകുമാർ അന്വേഷിച്ചു. അങ്ങനെ ഈ കത്തുമായി പൾസർ സുനിയുടെ അടുത്ത് വന്നപ്പോഴാണ് ഈ കത്തിൽ പറയുന്ന മറ്റു പ്രധാനപ്പെട്ട ഭാഗങ്ങൾക്ക് ശരിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തത്. ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട ഭാഗമുണ്ട്. വിദേശത്തേക്ക് സ്ത്രീകളെ കടത്തുന്നു എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമുണ്ട്. അതൊക്കെ അന്വേഷിക്കപ്പെടേണ്ടതാണ്. അത് ഈ കേസുമായി ബന്ധമുള്ളതല്ല. ഇതിൽ പറയുന്നുണ്ട്, മാർട്ടിനെ പറ്റി പറയുന്നുണ്ട്. അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. കാരണം എന്തുകൊണ്ട് ദിലീപിനെ സിനിമാ രംഗത്തുള്ള പലരും ഭയപ്പെടുന്നു എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണോ, ഞാൻ ഈ കത്ത് വീണ്ടും ചോദ്യത്തിൻ്റെ ഉത്തരമാണോ പൾസർ സുനി പറയുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിദേശത്തേക്ക് പെൺകുട്ടികളെ കടത്തുന്നു, പെൺവാണിഭം നടത്തുന്നു എന്നൊക്കെ പൾസർ സുനി ഇതിനകത്ത് പറയുന്നുണ്ട്. അതൊക്കെ അന്വേഷിക്കപ്പെടേണ്ടതാണ്. എന്തായാലും ഏറ്റവും പ്രസക്തമായ കയ്യൊപ്പ് ഇത് അയാളുടെ കൈയെഴുത്താണെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ കത്ത് വളരെ ഗൗരവമുള്ളൊരു കത്തായിട്ട്, ഏറ്റവും പ്രധാനപ്പെട്ട കത്താണ്. അമ്മയുടെ കൈവശം ഇതിൻ്റെ പകർപ്പ് പുസ്തകത്തിൽ ഒളിപ്പിച്ച് കോടതിയിൽ നിന്നും പൾസർ സുനി നൽകി. ആ കത്തിൻ്റെ പകർപ്പാണ് പിന്നീട് തുടരന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ നമ്മുടെ കൈവശം എത്തും. നമ്മളത് പുറത്തുവിട്ടു. അമ്മ കൃത്യമായി അത് ക്യാമറയ്ക്ക് മുന്നിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അന്ന് അമ്മയുടെ പ്രതികരണം അമ്മയുടെ അടുത്തെത്തുന്നത് അന്ന് നമ്മുടെ റിപ്പോർട്ടർ റാഫിയായിരുന്നു. റാഫി ഇപ്പം റിപ്പോർട്ടർ TV ഇല്ല. റാഫി അവിടെ പെരുമ്പാവൂരുകാരനാണ്. റാഫി പോയിട്ടാണ് അമ്മയുടെ പൾസർ സുനിയുടെ അഭിമുഖം എടുത്തത്. കത്ത് നമ്മൾ പുറത്തുവിടുകയും ചെയ്തു. കത്ത് നമ്മൾ ആദ്യം പുറത്തുവിട്ടു, അഭിമുഖം പിന്നീട് സംപ്രേഷണം ചെയ്തു. അങ്ങനെ
എത്രയെത്ര. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ദിലീപ് കൃത്യം നടക്കുമ്പോൾ ആരോഗ്യം ക്ഷയിച്ച് ചികിത്സയിലായിരുന്നു എന്ന് കാണിക്കാൻ ഒരു വ്യാജ മെഡിക്കൽ രേഖ ഉണ്ടാക്കി. അന്നത്തെ ഒരു അൻവർ ആശുപത്രിയിലെ ഡോക്ടർ ഹൈദരാലി വ്യാജരേഖയാണെന്ന് അത് കോടതിയിൽ പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഒരു ചികിത്സയും തേടിയിട്ടില്ലെന്ന് ഈ ഡോക്ടർ ഹൈദരാലി തന്നെ പറഞ്ഞു. പിന്നീട് മൊഴി മാറ്റി. 28 സാക്ഷികളാണ് കോടതിക്കകത്ത് മൊഴി മാറ്റിയത്. അതിൽ മൊഴിമാറ്റിയ സാക്ഷികളുടെ മൊഴി പോലീസ് നൽകിയ FIS മുഴുവൻ ചിത്രീകരിച്ചിട്ടുണ്ട്. ആ ചിത്രീകരിച്ച ആ മൊഴികൾ പുറത്തു വിടുകയാണ് വേണ്ടത്. സാക്ഷികൾ, മൊഴി മാറ്റിയ സാക്ഷികൾ, ആദ്യം FIS അവർ പോലീസ് നൽകിയ മൊഴിയുണ്ടല്ലോ, ആ മൊഴി പുറത്തുവിടണം. എന്തുകൊണ്ട് അവർ മൊഴി മാറ്റിയെന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യണം. നടൻ സിദ്ദിഖ്, എല്ലാ കാലത്തും 8-ാം പ്രതിക്കൊപ്പം നിന്നയാൾ, ഭാമ, ബിന്ദു പണിക്കർ, നാദിർ ഷാ, ഇടവേള ബാബുവിനോട് പെൺകുട്ടി പരാതി പറഞ്ഞു, എന്നെ സിനിമയിൽ നിന്ന് ഒഴിവാക്കുന്നു നിരന്തരം. ഈ പറഞ്ഞ ആളുകളുടെയൊക്കെ മൊഴി 8-ാം പ്രതി ദിലീപിന് ഈ ആക്രമിക്കപ്പെട്ട നടിയോട് പൂർവ്വവൈരാഗ്യമുണ്ടെന്ന് തെളിയിക്കുന്നതാണ്. ഏറ്റവും സുപ്രധാനമാണ്. ഗൂഢാലോചനയ്ക്ക് പിന്തുണയേണ്ട മൊഴികളാണ്. അവർ ഒക്കെ ഈ പെൺകുട്ടിയുടെ സഹപ്രവർത്തകരാണ്. ഇവരൊക്കെ സ്ത്രീകൾ പോലും ഈ പറഞ്ഞ വേട്ടക്കാരനൊപ്പം നിലപാടെടുക്കുന്ന ഒരു ഘട്ടമുണ്ട്. പ്രോസിക്യൂഷൻ പോലും പകച്ചുപോയിട്ടുണ്ട്. എന്നിട്ടും അവർ പോരാട്ടം നടത്തി. പ്രോസിക്യൂഷനെ തള്ളി പറയാൻ പറ്റില്ല. അവർ പോരാട്ടം തുടർന്നു. 2 പ്രോസിക്യൂട്ടർമാർ രാജിവെച്ച കേസാണ് ഇത്. നിയമവിദഗ്ധർ തന്നെ പറയുന്നുണ്ട്, അങ്ങനെ താരതമ്യപ്പെടുത്താൻ പറ്റുന്ന കേസല്ല. 2 പ്രോസിക്യൂട്ടർമാർ അവർ തന്നെ പറഞ്ഞു അവർക്കുണ്ടായ അനുഭവങ്ങൾ ക്യാമറയ്ക്ക് മുന്നിൽ. അവർക്ക് കോടതിയിൽ നിന്നും അവർ നീതി പ്രതീക്ഷിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഇട്ടെറിഞ്ഞു പോയ ആളുകളാണ്. അങ്ങനെയാണ് 3ാമത് വി അജകുമാർ പ്രോസിക്യൂട്ടറുടെ ചുമതലയിലേക്ക് എത്തുന്നത്. ഒരു സമാനതകളില്ലാത്ത കേസ് തന്നെയാണിത്. അത്രയും വലിയൊരു പോരാട്ടമാണ്. 8.25 വർഷമാണ് ഇതിൻ്റെ നീതി തേടി ഈ പെൺകുട്ടി. അവരുടെ പ്രായം എത്ര, അവർക്കുണ്ടായ നഷ്ടം എത്രയാണ്? അവർക്കല്ലേ നഷ്ടം, വേറെ ആർക്കാണ് നഷ്ടം? ആ പെൺകുട്ടിക്കാണ്, അവരുടെ കുടുംബത്തിനാണ്. അതിനപ്പുറത്തേക്ക് കേരള പൊതുസമൂഹം ഈ നിയമത്തിൽ അവർക്കുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഈ പെൺകുട്ടിക്ക് കൃത്യമായി നീതി ലഭിച്ചില്ലെങ്കിൽ ആ പ്രതീക്ഷ നഷ്ടപ്പെടും ദിലീപ്. ആ പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാകില്ലേ? പിന്നെ നിയമ സംവിധാനത്തിൽ ആർക്കാണ് വിശ്വാസം ഉണ്ടാവുക? എല്ലാവരും കൊട്ടേഷനെ സമീപിച്ചാലോ? ഇവിടെ എന്തായിരിക്കും അവസ്ഥ? ഓരോ മനുഷ്യനെ നിയന്ത്രിക്കാനുള്ള പോലീസ് കേരളത്തിൽ ഇല്ലല്ലോ. അങ്ങനെ കൃത്യമായ നിയമവും നിയമ സംവിധാനങ്ങളും അവർക്ക് പ്രതീക്ഷയേകുന്നില്ലെങ്കിൽ പിന്നീട് ആകെ കുഴപ്പമാകില്ലേ നാട്ടിൽ? അതുകൊണ്ട് നീതി പുലരണം. അതിജീവിതക്ക് നീതി ലഭിച്ചിരിക്കണം. അതായത് ഈ കേസിൻ്റെ ഒരു നാൾ വഴി പരിശോധിക്കുമ്പോൾ ഒരുപാട് ശത്രുക്കളെ ഒന്നൊന്നായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിലവിൽ. അതായിരിക്കും ആദ്യം പറഞ്ഞതല്ലേ, ഇനി അങ്ങോട്ടേക്കും നമ്മളിതെല്ലാം പ്രതീക്ഷിക്കണമെന്ന് തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം. അത്തരത്തിൽ ഭീഷണികൾ പിന്നീട് ഇപ്പോൾ ആ സമയത്തുണ്ടായ ഭീഷണികളെ പറ്റിയൊക്കെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ കേസ് ഇപ്പം നല്ല വിധി വന്നതിന് ശേഷം അത്തരത്തിലെന്തെങ്കിലും ഒരു നമ്മളെ ജാഗ്രതപ്പെടുത്തേണ്ടതെന്ന് തോന്നുന്ന എന്തെങ്കിലും നീക്കങ്ങളോ ആളുകളുടെ ഭീഷണികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പൊതുയിടത്തിൽ ഇങ്ങനെ ഭീഷണി പ്രവാഹമാണ്. സാമൂഹ്യ മാധ്യമത്തിൽ, സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൊക്കെ കമൻറ്റുകളായി നീ കാത്തിരുന്നോ, നിനക്ക് വെച്ചിട്ടുണ്ട്, വരാൻ പോകുന്നുണ്ട്, നീ കരുതിക്കോ. അത് സ്ഥിരമായി ഈ നമുക്കറിയാത്ത ഊരും പേരുമില്ലാത്ത അക്കൗണ്ടുകളിൽ നിന്ന് വരുന്ന കമൻറ്റുകളാണ്. എല്ലാം ഒരു കേന്ദ്രത്തിൽ നിന്നാവാം, അതിൻ്റെ പ്രഭവ കേന്ദ്രം ഒരേ ഇടമാകാം. എന്നാൽ നേരത്തെയും ഭീഷണി ഉണ്ടായിരുന്നു. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷി ബാലേന്ദ്രകുമാറിനെ ഒരു പീഡന കേസിൽ, ഒരു വ്യാജ പീഡന കേസിൽ കുരുക്കാൻ ശ്രമിച്ച സംഘമാണ് പ്രതിയുടേത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയും. ഏത് തരത്തിലും കേസ് തകർക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു ആ ഘട്ടത്തിൽ. ബാലേന്ദ്രകുമാറിനെ ഒരു കള്ളക്കേസിൽ കുടുക്കി വിശ്വാസം തകർക്കാനുള്ള ശ്രമം നടത്തിയത് പിന്നീട് അന്വേഷണത്തിലൂടെ അത് വ്യാജമാണെന്ന് തെളിഞ്ഞു. അങ്ങനെ ഒരു പരാതിക്കാരിയെ പോലും പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിൽ പ്രധാനിയായ ഈ പരാതിക്കാരിക്ക് പണം കൈമാറിയ ഒരു ഓൺലൈൻ സ്ഥാപനത്തിൻ്റെ ഉടമ പിന്നീട് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു വീഴുകയായിരുന്നു കൊച്ചിയിൽ. അതിൽ പോലും അന്വേഷണം ഉണ്ടായിട്ടില്ല. എത്ര ദുരൂഹ മരണങ്ങളുണ്ട് ഈ കഴിഞ്ഞ കാലയളവിൽ? ഈ കേസുമായി ബന്ധപ്പെട്ട എത്ര ദുരൂഹ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്? കാലപ്പഴക്കമുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരിൽ ചിലർ മുൻകാലങ്ങളിൽ പ്രതികൾക്ക് അനുകൂലമായ നിലപാടെടുത്തിട്ടെന്ന് സംശയിക്കപ്പെടുന്നുണ്ട്. എന്താ കാരണം എന്നറിയോ? ഈ പീഡനം നടക്കുന്നത് അഡ്ലക്സ് മുതൽ ഇങ്ങോട്ടാണ്. അങ്കമാലി. അതെ, അങ്കമാലി, അവിടെ കറുകുറ്റി അഡ്ലക്സ് നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അവിടെ പൾസർ സുനിയും സംഘവും സഞ്ചരിച്ച വാഹനം, അതിജീവിത സഞ്ചരിച്ച വാഹനം, അതിന് പുറമെ മറ്റൊരു വാഹനം ഉണ്ടായിരുന്നു. ആ വാഹനം അപ്പുണ്ണിയാണ് ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അപ്പുണ്ണി ആരാണെന്ന് അറിയില്ലേ? ദിലീപിൻ്റെ ഡ്രൈവറാണ്.
മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്. അന്ന് പതിവിലില്ലാത്ത തരത്തിൽ നടൻ ദിലീപിൻ്റെ പേഴ്സണൽ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയിരുന്നു വൈകിട്ട് 6 മുതൽ. ദിലീപ് എന്തിനാണ് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയത്? സാധാരണ പോലീസ് അന്വേഷിക്കുമ്പോൾ ഈ എല്ലാ ദിവസവും നമ്മുടെ ഒരു റൊട്ടീൻ, അതിൽ നിന്ന് വിഭിന്നമായി ചെയ്യുന്ന കാര്യങ്ങൾ അവർ കൃത്യമായി ശ്രദ്ധിക്കും. അങ്ങനെയാണ് അത് ശ്രദ്ധയിൽപ്പെടുന്നത്. അസാധാരണമായ കാര്യങ്ങൾ. അപ്പുണ്ണിയുടെ മൊബൈൽ ഫോൺ ഇതേ സഞ്ചാരപാതയിലുണ്ട്. കറൂറ്റിയിൽ നിന്നും അത് അവസാനിക്കുന്നത് ആലുവ മാർക്കറ്റ് വരെയാണ്. അവിടെ നിന്ന് പിന്നീട് ഫോൺ കോൾ പോകുന്ന എവിടേക്കാണ്? സബിത, ദിലീപിൻ്റെ സഹോദരിയുടെ മൊബൈൽ ഫോണിലേക്കാണ്. 22 മിനിറ്റ് നേരമാണ് സംസാരിച്ചത്. ഞാൻ വെറുതെ പറയല്ല, CDRലുള്ളതാണ്. ഈ അപ്പുണ്ണി ഈ സമയത്ത് ഈ കുറ്റകൃത്യം നടക്കുന്നതിൻ്റെ തൊട്ടു പിന്നിലുള്ള വാഹനത്തിൽ ഉണ്ടെന്ന് സംശയിക്കുന്ന തരത്തിലുള്ള തെളിവാണ്. പക്ഷെ ആ തെളിവ് പുറത്തെത്തുന്നത് വൈകിപ്പോയി. പിന്നീട് CCTV ദൃശ്യങ്ങൾ പോലും ശേഖരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ആ വാഹനത്തിൽ ദിലീപ് ഉണ്ടെങ്കിലും, കാരണം ദിലീപ് പലപ്പോഴും അപ്പുണ്ണിയുടെ മൊബൈൽ ഫോണിലാണ് സംസാരിക്കാറുള്ളത്, പല സുഹൃത്തുക്കളെയും വിളിക്കാറുള്ളത്. അങ്ങനെയെങ്കിൽ അപ്പുണ്ണിക്കൊപ്പം ദിലീപ് ഉണ്ടെങ്കിലോ ആ വാഹനത്തിൽ? ദിലീപിൻ്റെ നിരീക്ഷണത്തിലാണ് ഈ പീഡനം, ഈ ക്രൂരകൃത്യം നടക്കുന്നതെങ്കിലോ? ആ സംശയമുണ്ട്. പക്ഷെ ആ സംശയം തെളിയിക്കാൻ പറ്റുന്ന രീതിയിൽ രേഖകൾ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിയില്ല. കാരണം ആദ്യത്തെ അന്വേഷണ സംഘം സംശയമുനയിലാണ്. കാരണമുണ്ട്, അന്നത്തെ പോലീസ് മേധാവി അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. തെളിവുകൾ കോടതിയിലുണ്ട്. നമ്മൾ 4 തവണയാണ് അന്നത്തെ പോലീസ് മേധാവിക്കെതിരെ റിപ്പോർട്ടർ വാർത്ത കൊടുത്തത്. കഴിഞ്ഞ ദിവസവും വാർത്ത കൊടുത്തു. എല്ലാം പുറത്തു വരണം ദിവിൻ. സത്യത്തിൽ ഈ പീഡന കേസുകൾ എപ്പോഴും ഈ കുറ്റകൃത്യം അത് സ്വകാര്യമായി സംഭവിക്കുന്നതാണ്. ഇന്നലെ മുൻ DGP ആസഫ് അലിയുടെ വാക്കുകളാണ്. ബലാത്സംഗം അത് സ്വകാര്യ ഇടത്ത് സംഭവിക്കുന്നതാണ്. അതിന് സാക്ഷികൾ ഉണ്ടാവില്ല. അതിൻ്റെ സാക്ഷി അത് ഇരയായിരിക്കും. എപ്പോഴും പ്രൈമറി വിറ്റ്നസ് ഇരയായിരിക്കും. മറ്റ് സാക്ഷികൾ പിന്നീടുള്ളതാണ്, പുറത്തുള്ളതാണ്, നേരിട്ട് കാണുന്നത്. ദൃക്സാക്ഷി ഉണ്ടാവില്ല. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ വാഹനം സഞ്ചരിക്കുന്നു, ഇതിൽ വലിയ സംഘമുണ്ട്, ഇതിൽ വാഹനം ഓടിക്കുന്ന വിജീഷുണ്ട്, ഈ പറഞ്ഞ അതിജീവിതയുണ്ട്, പിറകിലെ വാഹനത്തിൽ മറ്റ് ഗുണ്ടാ സംഘങ്ങളുണ്ട്, ഈ പൾസർ സുനിയത്, അതിന് പിറകിൽ മറ്റൊരു വാഹനം, അതിൽ അപ്പുണ്ണിയും ഈ പറഞ്ഞ ദിലീപ് ഉണ്ടായിരിക്കാം. അന്വേഷണ സംഘമൊക്കെ അനുകൂല നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികം തെളിവുകൾ നശിപ്പിക്കപ്പെടും. എന്തുകൊണ്ട് ആ മൊബൈൽ ഫോൺ അന്ന് ആദ്യഘട്ടത്തിൽ കണ്ടെടുത്തില്ല എന്ന ചോദ്യം പൊതുസമൂഹത്തിനിടയിലുണ്ട്. അടച്ചിട്ട കോടതിയിൽ ബലാത്സംഗ കേസുകൾ വിചാരണ ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും അവിടെ പറയുന്നത്, അവിടെ വരുന്ന തെളിവുകൾ അത് പുറത്തെത്തില്ല. വിക്ടിമിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അങ്ങനെ ഒരു അടച്ചിട്ട കോടതി വരുന്നത്. ഒരു ഘട്ടത്തിൽ അതിജീവിത കോടതിയോട് ആവശ്യപ്പെട്ടു, എനിക്ക് അടച്ചിട്ട കോടതിയിൽ വിചാരണ ആവശ്യമില്ല, കോടതി തുറന്നിടണം, ഓപ്പൺ കോടതിയിൽ വിചാരണ വേണം. പക്ഷെ കോടതി അത് അംഗീകരിച്ചില്ല. അല്ല, ഈ ഒരു ഘട്ടത്തിൽ ഇപ്പം അതിജീവിത തുടക്കം തൊട്ട് അതിജീവിതയോടൊപ്പം നിന്നാണെന്നുള്ള രീതിക്ക് ഇപ്പോൾ ഈ ഒരു ഓപ്പൺ കോടതിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന പോലെ മാധ്യമപ്രവർത്തകരുടെ ഒരു ജാഗ്രത ഉണ്ടാവും, നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഒരു ജാഗ്രത ഉണ്ടാകും. പ്രത്യേകിച്ചും ഇത്തരത്തിൽ വളരെ ക്രൂരമായി ഒരു പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയാവുകയും അതിൻ്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കപ്പെട്ടൊരു കേസാകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു ജാഗ്രത പുറത്തുള്ള ആളുകൾക്കുണ്ടാവും. പക്ഷേ ഈ കേസിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും തരത്തിൽ അതിജീവിതയ്ക്കോ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും തരത്തിലൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അവർക്ക് പുറത്തേക്ക് പറയാനോ പൊതുസമൂഹത്തിന് ഇടപെടാനോ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കോടതി നമ്മൾ മനസ്സിലാക്കുന്നത് ട്രയലിൻ്റെ സമയത്ത് അതിജീവിതം അത്തരത്തിൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയും ഹാരാസ്മെൻറ്റിലൂടെ കടന്നു പോകേണ്ടി വന്നതാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ അതിജീവിത ഈ വിഷയങ്ങൾ മനസ്സ് തുറന്നിട്ടുണ്ടോ? ഇതിൽ അതിജീവിതയ്ക്ക് പരിമിതികളുണ്ട്. അതിജീവിയുടെ പ്രയാസങ്ങൾ, അവർ കടന്നുപോയ ട്രോമ, അതൊക്കെ പലപ്പോഴായി മനസ്സിലാക്കിയതാണ്, ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ആദ്യം മലയാള മാധ്യമത്തിന് ഈ പ്രയാസങ്ങൾ അത് മുഴുവനായി പറഞ്ഞില്ലെങ്കിലും അതിൻ്റെ ചെറിയ കാര്യങ്ങളൊക്കെ സംസാരിച്ചതും റിപ്പോർട്ടറിനോടാണ്. പിന്നീട് പലപ്പോഴായി കാണേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ മാധ്യമപ്രവർത്തകർ ഇരകളെ എപ്പോഴും കാണേണ്ടി വരും. വാർത്തയുടെ ആവശ്യത്തിന് പ്രതികളെയും കാണേണ്ടി വരും. ഈ ഇര ഒരു വ്യത്യസ്തമാണ്. ഒന്ന്, രാജ്യത്തെ ആദ്യത്തെ കൊട്ടേഷൻ ബലാത്സംഗമാണ്. ഏതാണ്ട് 5.5 വർഷക്കാലമാണ് അവർ മലയാള സിനിമയിൽ നിന്ന് മാറിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുവനടി മലയാള സിനിമയിൽ നിന്ന് പൂർണ്ണമായും മാറിയുന്ന അവരുടെ വരുമാന മാർഗം പോലും നിലയ്ക്കുകയാണ്. അവരെ പ്രതീക്ഷിക്കുന്ന കുടുംബമുണ്ട്. അവരുടെ കുടുംബത്തിലെ പല വരുമാന മാർഗങ്ങളും അവിടെ നഷ്ടപ്പെടുന്നു. കുടുംബത്തിനുണ്ടായ വലിയ നഷ്ടങ്ങളുണ്ട്. അവരുടെ അമ്മ, അച്ഛൻ മരിച്ചത് തൊട്ടു പിന്നാലെയാണ് ഈ സംഭവം നടക്കുന്നത്. ഇത്ര ക്രൂരമാണ്. അച്ഛൻ നഷ്ടമായതിൻ്റെ വലിയ മാനസിക വേദനയുണ്ട്. അതിനിടയിൽ ഇങ്ങനെ ഒരു ക്രൂരമായ പീഡനം, അങ്ങനെ അതിൻ്റെയൊക്കെ ഒരു ട്രോമ അവർക്ക് വിട്ടുമാറിയിട്ടില്ല. ഈ ഘട്ടത്തിൽ പോലും സംസാരിക്കുമ്പോൾ അത് ഓർക്കാൻ പോലും അവർക്ക് പറ്റില്ല. ഞാൻ നേരിട്ട് കണ്ടതാണ്. ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ എത്തിയപ്പോൾ
ഈ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിക്കപ്പെട്ടു എന്ന റിപ്പോർട്ടർ വാർത്ത അത് വലിയ ചർച്ചയായപ്പോഴാണ് മുഖ്യമന്ത്രി കാണാൻ തിരുവനന്തപുരത്ത് ഭർത്താവിനും സഹോദരനും ഒപ്പമെത്തുന്നത്. അന്ന് മുഖ്യമന്ത്രിയെ കാണാൻ പോകാൻ പോലും പറ്റാത്ത രീതിയിൽ മാനസികാവസ്ഥയാണ്. കാരണം ഇത് വീണ്ടും ആലോചിക്കുമ്പോൾ സ്വാഭാവികമായും ഇരകൾക്ക് വീണ്ടും അത് അവരെ ട്രോമയിലേക്ക് എത്തിക്കും. 8.25 വർഷമായി അവർ അനുഭവിക്കുന്ന വേദന എത്രത്തോളം ഉണ്ടാകും. ഒരു പെൺകുട്ടിയാണ്, അതും അച്ഛൻ ഇല്ലാത്തൊരു പെൺകുട്ടിയാണ്. ഞാനും ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ്. പെൺകുട്ടിയുടെ അച്ഛന്മാർക്ക് അതിൻ്റെ പ്രയാസം മനസ്സിലാക്കാൻ കഴിയും. അവർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക ഒരു പക്ഷേ അച്ഛന്മാരെയാണ്. ഒരു വല്ലാതെ അച്ഛന്മാരുടെ സാമീപ്യം അവർ ആഗ്രഹിക്കും. അങ്ങനെയുള്ള ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു ദുരിതം വരുമ്പോൾ അവൾ ഫൈറ്റ് ചെയ്യാൻ തയ്യാറെടുക്കുമ്പോൾ, പോരാട്ടത്തിന് തയ്യാറെടുക്കുമ്പോൾ, ആ പോരാട്ട വീര്യം അവരുടെ രക്തത്തിലുണ്ടെങ്കിൽ നമ്മളൊപ്പം നിൽക്കണ്ടേ? ഉത്തരവാദിത്തമല്ലേ ഇതിൽ? അത്രമാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അവരുടെ വേദന എല്ലാം നമുക്ക് ഈ പൊതുവിടത്തിലേക്ക് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ല. ഇനി അവർ തന്നെ ഈ കാര്യങ്ങൾ ക്യാമറയ്ക്ക് മുന്നിൽ തുറന്നു പറയും. ഇടയ്ക്ക് എൻ്റെ അടുത്ത് പറയുമായിരുന്നു, എന്തിനാ അതിജീവിത എന്ന് വിളിക്കുന്നത്? എൻ്റെ പേര് പറഞ്ഞോ, എന്നെ മറച്ചു വെക്കേണ്ടതില്ല. ടി പത്മനാഭൻ പറഞ്ഞിരുന്നു, ഇവൾ അതിജീവിതയല്ല, അപരാജിതയാണ്. ഞാൻ അതിജീവിത അപരാജിതയാണെന്ന് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എന്തൊരു പോരാട്ടമാണ്. അങ്ങനെ ഒരു ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ, സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പോരാട്ടമാണ്. കാരണം ആ പോരാട്ടം ട്രയൽ കോടതിയിൽ നിന്നില്ല, ഹൈക്കോടതിയിൽ പോകുന്നു, സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. ഒരു പെൺകുട്ടി തനിച്ച് നിൽക്കുകയാണ്. പ്രോസിക്യൂഷനുണ്ട്, സർക്കാരുണ്ട്, നമ്മളൊക്കെ ഉണ്ട്. എന്നാൽ പോലും അവൾ തനിച്ചാണ്. ഇതൊക്കെ പുറത്താണ് നമ്മൾ കൊടുക്കുന്ന പിന്തുണ പുറത്താണ്. അവൾ ഒരു മുറിയിലാണ്, അല്ലെങ്കിൽ വീട്ടിനകത്ത് അവൾ തനിച്ചാണ്, അവളും അമ്മയും. അവർ ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ അവരുടെ ഒരു കരച്ചിലുണ്ട്. ആ ഒരു കരച്ചിൽ അവരുടെ അമ്മയുടെയൊക്കെ അതെൻ്റെ ചെവിയിൽ ഇപ്പോൾ മുഴങ്ങുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഒരു പോരാട്ട വീര്യത്തിലുള്ള ഇന്ധനമാണ്. എന്ത് ഭീഷണിയും എന്തൊറ്റപ്പെടലും ഏതെങ്കിലും ഘട്ടത്തിൽ നമ്മളെ കൊല്ലുമെന്ന് തോന്നിപ്പോയാലും ദിവിനെ ഈ നിലവിളിയും അവരുടെ ദൈന്യതയും അവരുടെ പോരാട്ട വീര്യവും അതൊക്കെയാണ് നമുക്ക് ആത്മധൈര്യം പകരുക. എത്ര തവണ എന്നോട് ഏറ്റവും അടുപ്പമുള്ളവർ പറഞ്ഞു, കൊച്ചിയിലേക്ക് പോകരുത്, ഗുണ്ടകളാണ്, ദിലീപാണ്, വലിയ സംഘമാണ്, അപായപ്പെടുത്തും. കാരണം അന്വേഷണ സംഘത്തെ അപായപ്പെടുത്താൻ കൊട്ടേഷൻ കൊടുത്തതിൻ്റെ തെളിവ് പുറത്തു വന്നു. എല്ലാവരും ഈ പ്രതികൾക്കൊപ്പമാണ്. പക്ഷെ നമ്മൾ ആ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷെ എന്ത് വന്നാലും അവർക്ക് നീതി കിട്ടും എന്ന ഒരു പ്രതീക്ഷയാണ്. എനിക്ക് മാത്രമല്ല, കേരള പൊതുസമൂഹം അവർ സംസാരിച്ചു തുടങ്ങുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ. തീർച്ചയായും നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് അവിടെ തന്നെയാണ്. ആക്രോശിച്ച് വന്ന ആൾക്കൂട്ടത്തോടായാലും പിന്നീട് എഡിറ്റോറിയലായി കഴിഞ്ഞാലും പറഞ്ഞൊരു പോളിസി ഉണ്ട്. നമ്മൾ ഇന്നലെ വരെ അതിജീവിതക്കൊപ്പമായിരുന്നു, ഇന്നും അതിജീവിതക്കൊപ്പമാണ്, നാളെ അതിജീവിതക്കൊപ്പമാണ്. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഇനിയും ഇത് തീരുന്നില്ല എന്നുള്ളൊരു കാര്യം ബോധ്യമുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. അപ്പോൾ തുടർന്നും ഇന്നലെ വരെ എന്താണോ ഈ അതിജീവിതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എടുത്തിരുന്ന നിലപാട്, അത് പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് പോകുന്ന ഒരു മാധ്യമപ്രവർത്തനമായി മുന്നോട്ട് തന്നെ പോകാൻ റോഷിപാലിന് കഴിയട്ടെ എന്നാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ കേരള പൊതുസമൂഹം അങ്ങനെ തന്നെയായിരിക്കും ആഗ്രഹിക്കുക. താങ്ക് യു ദിവിൻ. ഇത് പോരാട്ടം ആവശ്യമാണ് പൊതുസമൂഹത്തിന്. കാരണം പൊതുവേ നമ്മൾ പറയും ഇത്തരത്തിൽ പ്രതിരോധം തീർക്കാനുള്ള ആൾക്കാരുടെ എണ്ണം കുറയാണ്. ഇപ്പം പുതുതലമുറയൊക്കെ നിലപാടുണ്ടെങ്കിലും തെരുവിലേക്ക് ഇറങ്ങുന്ന ആളുകളുടെ എണ്ണം കുറയുന്ന ഒരു സാഹചര്യം. ഒരുപക്ഷെ ഞാനും ദിവിനൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും പഠനകാലത്തൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഓരോ നിസ്സാരമായ വിഷയം എന്ന് പോലും കരുതുന്ന വിഷയങ്ങളിൽ പോലും പ്രതികരിക്കുമായിരുന്നു. ബസ് ഒരു സ്റ്റോപ്പിൽ കൃത്യമായി നിർത്തിയില്ലെങ്കിൽ, കുട്ടികളെ ബസ്സിൽ കയറ്റിയില്ലെങ്കിൽ നമ്മളവിടെ കൃത്യമായി പ്രതിരോധം തീർക്കുകയായിരുന്നു. ഓരോ കാര്യത്തിനും പ്രതിരോധം തീർക്കുകയായിരുന്നു. പണ്ട് വിദ്യാർത്ഥികളൊക്കെ മറ്റു വിഷയങ്ങൾ, അവരുടെ പഠനവുമായി ബന്ധപ്പെടാത്ത വിഷയങ്ങളിൽ പോലും സമരം നടത്തിയ ചരിത്രം കേരളത്തിലുണ്ട്. സമാനമായി ഈ പെൺകുട്ടിക്ക് നീതി ഉറപ്പുവരുത്തുന്നവരെ പോരാട്ടം നടത്തണം കേരളത്തിലെ യുവാക്കളും വിദ്യാർത്ഥികളും എന്ന ഒരു നിലപാടാണ് എനിക്കുള്ളത്. അങ്ങനെ ഒരു ആർജവം കാണിക്കാൻ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും തയ്യാറാകണം. കാരണം അവൾ പറയുകയാണ്, എനിക്ക് നീതി ലഭിച്ചിട്ടില്ല എന്ന് അവൾ വീണ്ടും വീണ്ടും പറയുകയാണ്. അങ്ങനെ ഒരു അതിജീവിത പറയുമ്പോൾ ആ ശബ്ദം ഒരിക്കലും കേൾക്കാതെ പോകാൻ പാടില്ല. എന്തായാലും അതിജീവിത പരാതിപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ കോടതിയിൽ എനിക്ക് വിശ്വാസമില്ല. ഇന്നല്ല, വിധിക്ക് മുമ്പാണ്, വർഷങ്ങൾക്ക് മുമ്പാണ്. അത് രാഷ്ട്രപതിയുടെ മുന്നിൽ, മുഖ്യമന്ത്രിയുടെ മുന്നിൽ, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ മുന്നിൽ, സമാനമായി സുപ്രീം കോടതി ജഡ്ജിമാരുടെ മുന്നിൽ, അത് പൊതുവിടത്തിലും കിടക്കുന്നുണ്ട് ആ പരാതി. അങ്ങനെ ഏറ്റവും പ്രസക്തമായ ഒരു പരാതിയുണ്ട്. അതുകൊണ്ട് ഇനി മേൽക്കോടതിയിലേക്ക് ആ പോരാട്ടം പോകുമ്പോൾ ആ പോരാട്ടത്തിന് ഊർജം നൽകേണ്ട ഉത്തരവാദിത്വം കേരളീയ പൊതുസമൂഹത്തിനുണ്ട്, മനുഷ്യർക്കുണ്ട്. ആ പോരാട്ടത്തിൽ നമ്മൾ മുൻപന്തിയിലുണ്ടാവും. അതാണ് ഉറച്ച തീരുമാനം തന്നെയാണ്. അവൾക്കൊപ്പമാണ് നമ്മൾ.